മോളെ, അവിടെ ചെന്നാലും എന്നും പാല് മേടിച്ചു കുടിക്കണം കേട്ടോ. ഒരിക്കലും വിശന്ന് നടക്കരുതേ. ഇല്ലമ്മേ. ഇനി ഇന്നും ഉറങ്ങാമെന്നൊന്നും വിചാരിക്കണ്ട. 1 മണിക്കുള്ള ബസ്സിന് പോകേണ്ടതല്ലേ. ഒരു കണക്കിന് നീ ഇവിടെ നിന്ന് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ രാഘവന്റെ കണ്ണുവെട്ടത്തൊന്ന് മാറിക്കഴിയാമല്ലോ. മോളെ, മറ്റൊരു കാര്യം, നീ ഇന്ന് വെറുമൊരു കുട്ടിയല്ല. പോരെങ്കിൽ പട്ടണത്തിലേക്കാണ് പോകുന്നത്. എന്റെ കാര്യം ഓർത്ത് അമ്മയ്ക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ജീവിതത്തിൽ പലതും അനുഭവിച്ചവളാണ് ഞാൻ. നീ അറിഞ്ഞതും അറിയാത്തതുമായ പലതും. അമ്മേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്നെങ്കിലും ആ രഹസ്യം എന്നോടൊന്ന് പറയൂ. ആരാണമ്മ എന്റെ അച്ഛൻ? അച്ഛനില്ലാത്ത മകളായി ഞാൻ ഇത്രയും കാലം വളർന്നു. മറ്റുള്ളവരുടെ നിന്നയും പരിഹാസവും വേണ്ടുവോളം സഹിച്ചു. എനിക്ക് എന്റെ അച്ഛൻ ആരാണെന്നറിയാൻ അവകാശമില്ലേ? പറയൂ അമ്മേ. ഒരമ്മയ്ക്ക് മകളോട് പറയാവുന്ന കാര്യങ്ങൾക്കും ഒരതിരുണ്ട്. എങ്കിലും ഞാനത് പറയാം. എന്നെ വിവാഹം കഴിച്ച പുരുഷന്റെ കൂടെ ഒരാഴ്ച മാത്രമേ എനിക്ക് കഴിയാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീടുള്ള ജീവിതത്തിൽ ഒരു പുരുഷനുമായി ഞാൻ ബന്ധപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചു. ആ സ്നേഹത്തിന് അദ്ദേഹം തന്ന പ്രതിഫലമാണ് മോളെ നീ. അദ്ദേഹം നല്ലവരാണ്. അദ്ദേഹം നമുക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന്റെ പലിശ കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അദ്ദേഹത്തിന് പേരില്ലേ? നാടില്ലേ? ഉണ്ട്, നല്ലൊരു പേരുണ്ട്. പക്ഷേ ഇപ്പൊ പറഞ്ഞുകൂടാ. എന്റെ മോള് എന്നെ അതിൽ നിർബന്ധിക്കരുത്. ഇല്ലമ്മേ, ഇനി ഒരിക്കലും ചോദിക്കില്ല. ഉറങ്ങിയില്ലേ അമ്മേ മോളും? ആ, ശങ്കരമ്മാവനോ? ആ, കൃത്യം 11:30 കുമാരൻ കാറുമായിട്ട് വരും. ഞാൻ റെഡി അമ്മാവാ. അപ്പോഴേ ഒരു ചോദ്യം, അവിടെ ചെന്ന് എവിടാ താമസിക്കുക? എന്റെ കൂട്ടുകാരി മീര അവിടെ ഒരു ഹോസ്റ്റലിലാ. അവളുടെ കൂടെ തന്നെ കൂടാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓ, വലിയ കാര്യായി. എപ്പോഴും ഭഗവാനെ സ്തുതിച്ച് കഴിഞ്ഞോണം. ആ, പിന്നെ സ്വഭാവശുദ്ധി, അതാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും വലിയ സ്വത്ത്. ഓർമ്മ വേണം മോളെ. ശരി അമ്മാവാ, എപ്പോഴും ഓർത്തോളാം. കാറ് വരുമ്പോഴേക്കും ഞാനിങ്ങെത്താം. അതുവരേക്കും ഒന്ന് നടന്നു കൊടുത്തട്ടെ. മോളെ, ഇതാ ഈ മാല ഇനി നിന്റെ കഴുത്തിൽ കിടക്കട്ടെ. വേണ്ടമ്മേ, എനിക്ക് ഈ മുത്തുമാല ധാരാളം മതി. ഈ ലോക്കറ്റ് തുറന്നു നോക്കൂ. ഇതിനുള്ളിൽ ഒരു ഫോട്ടോയുണ്ട്, നിന്റെ അച്ഛന്റെ ഫോട്ടോ. ഈ ലോക്കറ്റിനുള്ളിലോ? നല്ലൊരു ഒഴിവ് ദിവസവുമായിട്ട് വല്ല പാർക്കിലോ ബീച്ചിലോ മാറ്റിനിക്കോ ഒക്കെ പോകാമെന്ന് വെച്ചതായിരുന്നു. ഒന്നുമില്ലേ, വല്ല പെമ്പിള്ളേരുടെ വായിലെങ്കിലും നോക്കി നിൽക്കാമായിരുന്നു. എവിടെ ആ ദിവസം നോക്കിയല്ലേ കൊച്ചപ്പന്റെ മകന്റെ എഴുന്നള്ളത്. അവന്റെ ഒരു ടെസ്റ്റും കുന്തോ. ചെറുക്കൻ ആദ്യമായിട്ട് വരിക. എടാ നീ കൂടെ വാടാ.
എടാ എടാ വിനയ, എന്റെ കൂടെ ഒന്ന് ബസ് സ്റ്റാൻഡ് വരെ വരാമോന്ന്? ഇല്ല ജോസെ, എനിക്ക് കുറച്ച് എഴുതാനുണ്ട്. ഓ, അവന്റെ ഒരു മുടിഞ്ഞ എഴുത്ത്. എഴുതിക്കോ എഴുതിക്കോ, ഒടുവിൽ ഞാൻ പീഠം വാങ്ങാനുള്ളതല്ലേ. വെളുക്കുവോളം കുത്തിയിരുന്ന് എഴുതിയിട്ട് ദൈവം സഹായിച്ച് ഇതുവരെ ഒരു അക്ഷരം അച്ചടിച്ചു വന്നോ? ഇല്ലല്ലോ. പത്രമാഫീസിലേക്ക് ചെല്ലുന്ന അതേ വേഗതയിൽ ശറോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചും വരും. ഈ ഇനത്തിൽ മാസത്തിൽ നിനക്ക് നല്ലൊരു സംഖ്യ ചെലവ് കാണുമല്ലോടാ. പോടാ അവിടുന്ന് വളിപ്പടിക്കാതെ. ചളുപിളാന്ന് വാചകം അടിക്കാനും പെമ്പിള്ളയുടെ പിറകെ വെള്ളം ഇറക്കി നടക്കാനും അല്ലാതെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നിന്റെ കൊള്ളുപോടാ. ഇല്ലായേ, പക്ഷെ അതിനെങ്കിലും കൊള്ളുവേ. നിന്നെ കൊണ്ട് അതിനും കൊള്ളത്തില്ലോടാ. നീ പോടാ. എടുത്തോളൂ. രാവിലെ 7:30 പുറപ്പെടേണ്ടിയിരുന്ന മൂവാറ്റുപുഴ ഫാസ്റ്റ് പാസഞ്ചറിൽ ടിക്കറ്റ് റിസർവ് ചെയ്യുന്ന യാത്രക്കാർ സ്റ്റാൻഡിന്റെ കിഴക്കേ വശം പാർക്ക് ചെയ്തിരിക്കുന്ന A347 നമ്പർ ബസ്സിൽ കയറേണ്ടതാണ്. രാവിലെ 7:50 പുറപ്പെടേണ്ടിയിരുന്ന ഗുരുവായൂർ എക്സ്പ്രസ് ഇന്ന് രാത്രി 11:20 പുറപ്പെടുന്നതാണ്. ഇങ്ങോട്ട് കൊണ്ടുപോവച്ചേ. എവിടെയാ പോണ്ടത്? പെട്ടിവിടെ. എങ്ങോട്ടാ പോണ്ടേ? ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, പെട്ടിവിടെ. എനിക്കങ്ങനെ അധികം വെയിറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. പെട്ടി ഞാൻ എടുത്തോളാം. നല്ല കാര്യമായി. ഇനിയിപ്പോ തന്നെ കൊണ്ടുപോകാനോ? ആയിക്കോ, പക്ഷെ പെട്ടിയെടുത്തതിന്റെ കൂലി ആദ്യം തരണം 5 രൂപ. 5 രൂപയോ? അതിന് പെട്ടി ഞാനല്ലേ ഇറക്കി വെച്ചത്. താനിപ്പോ വന്ന് തൊട്ടല്ലേ ഉള്ളൂ. തൊട്ടല്ലോ, ചുമ്മാ ഞാൻ പറയാൻ കാശിങ് എടുക്കും. ഇതെന്താ പിടിച്ചു പറയൂ? ഞാൻ തരുന്നില്ല. ദേ, എനിക്ക് വേറെ ജോലിയുള്ളതാ. കാശിങ് എടുത്തേ. ഹായ് പ്രമീള. ഹായ്. നിന്നെ കാത്തിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം ഇത്രയായല്ലോ. അമ്മയ്ക്ക് സുഖമല്ലേ? ഇനി ഹോസ്റ്റലിൽ ചെന്നിട്ടാകാൻ. പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട, പെട്ടി ഒന്ന് തൊട്ടാൻ 5 രൂപ. ഇനി താനത് എടുക്കും കൂടി ചെയ്താലോ? വേണ്ട വേണ്ട. എന്നാ മര്യാദക്ക് എന്താ കാശിങ് എടുത്തേ. ഇങ്ങോട്ട് മാറിയിക്കടോ, ഇങ്ങോട്ട് മാറിയേക്കാൻ. കുറെ നാളായി ഞാൻ വാച്ച് ചെയ്യുന്നു, പല കംപ്ലൈൻസും കിട്ടുന്നു. ഇപ്പോഴാണ് നേരിൽ കണ്ടത്. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോടാ. അയ്യോ സാർ, ഞാൻ വേണ്ട വേണ്ട, ഒന്നും പറയണ്ട സാറേ, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കണം. റാസ്കൽ, ക്ഷമിക്കാൻ? നോ നോ, നിന്നെ ഞാനിപ്പോ കസ്റ്റഡിയിൽ എടുക്കും. റാസ്കൽ. നിങ്ങൾ പോയിക്കോളൂ. താങ്ക് യു സർ. എന്റെ പൊന്നു സാറേ, ഇനി ഇത് ആവർത്തിക്കില്ല. എന്റെ 2 മക്കളാണ് സത്യം. സത്യമാണോ? അതെ, ദൈവത്തിനാണ് സത്യം. ശരി, വയ്ക്കോ വയ്ക്കോ. ഓ, ഞാൻ ബസ് ഇറങ്ങിയിട്ട് ജോസ് ചായനെ എവിടെയെല്ലാം തെരഞ്ഞു. ആ, മോനോട്ടിന് എത്തിയോ? എത്ര നേരമായി ഞാനിവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. പോവാ. എന്നിട്ട് എന്റെ മോനെ, നീ എന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു. സത്യത്തിൽ ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്നേ അവർ ധരിച്ചിട്ടുണ്ടാവും. അത്രയ്ക്ക് ഗമയായിരുന്നു. അല്ലെങ്കിലും പെമ്പിള്ളേരുടെ മുന്നിൽ നിനക്ക് ഗമ കൂടുതല. എന്നിട്ട് 2 പേരും കൂടെ പോകാൻ നേരത്ത് തൊഴുകയോടെ താങ്ക് യു എന്നൊരു പറച്ചിലും, ഞാൻ മൈൻഡ് ചെയ്യാതെ വലിയ പോസില് എന്നൊരു മൂളലും. പറയുമ്പോ ഉള്ളത് പറയണമല്ലോ. 2ഉം കൊള്ളാം, ഒന്നിനൊന്നും മെച്ചം. ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇട്ട് വെച്ചു. ഇനി എന്നെ കാണുമ്പോ എപ്പോഴായാലും ഒരു റെസ്പെക്ട് ഉണ്ടാവുകേ. എന്താ, എപ്പോഴാ, എങ്ങനെയാ പ്രയോജനപ്പെടുക എന്ന് ആര് കണ്ടു? ചൂണ്ടയിട്ടോണ്ടിരുന്നോ? ഇനിയിപ്പൊ അതിന്റെ കുറവേ ഉള്ളൂ. കൊളുത്താൻ ഭാഗത്തിന് പിടഞ്ഞു നടക്കുകയല്ലേ ഇരകള്. നീ പോടാ. പെണ്ണും പ്രേമവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നടക്കണം. നിനക്ക് ഇതേ കുറിച്ച് എന്തറിയാം? ആ, നാളെ രാവിലെ നിനക്ക് ടെസ്റ്റ് പോകാനുള്ളല്ലേ? എന്തിനാ വെറുതെ ഉറക്കളക്കുന്നേ? പോയിക്കോട്ട് തുടങ്ങ. ആ, പിന്നെ നാളെ രാവിലെ 7 മണിക്കാണ് ഇവന്റെ ടെസ്റ്റ്. 9 മണിക്ക് കഴിയും. അവിടെ നിന്ന് അവനെ ബസ്സിൽ ഡെസ്പാച്ച് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ വരും.
ആ രാവിലെ എന്നെ ഒന്ന് വിളിച്ചേക്കണേ കള്ള. അക്കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു. അതാ നിനക്കുള്ള ബസ് വന്നു. സ്കൂളിൽ നിന്ന് ഇൻസ്പെക്ഷനാ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്ത് കൂടെ വന്നേനെ. ഒരു ടെമ്പിൾ ജംഗ്ഷൻ. ചില്ലറയില്ലേ 50 പൈസ തരാൻ? ഇല്ല. ആരുടെ കയ്യിലും ചില്ലറയില്ല. എല്ലാവർക്കും ബാക്കി കൊടുക്കാൻ ഞങ്ങൾ എന്താ റിസർവ് ബാങ്ക് ആണോ? ഇറങ്ങാൻ നേരം ചോദിച്ചു വാങ്ങണം. ടെമ്പിൾ ജംഗ്ഷൻ ആയോ? ഇല്ല. ഞാനും അവിടെ ഇറങ്ങുന്നത്. എത്തുമ്പോ പറയാം. താങ്ക്സ്. ബാക്കി തരാനുണ്ട്. എനിക്കും കിട്ടാനുണ്ട്. ചില്ലറ ഉണ്ടായിട്ട് വേണ്ടേ തരാൻ? ഒരു 20 പൈസ എടുക്കൂ. ഇത് മാറ്റി 50 പൈസ അവർക്ക് കൊടുക്കണം. ഒരു മിനിറ്റ്, ഞാൻ ചില്ലറ മാറ്റിയിട്ട് ഇപ്പൊ വരാം. എന്തിനാണ് സാറേ, സുഖം തന്നെയോ? 2 രൂപയ്ക്ക് ചില്ലറ വേണമല്ലോ ചെല്ലപ്പിള്ളേ. അയ്യോ, ചില്ലറയ്ക്കൊക്കെ വലിയ പ്രയാസം തന്നെ സാറേ. ആ ശരി, അങ്ങനെയാണെങ്കിൽ ഫിൽറ്റർ വെൽസ് വേണം. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? ഇപ്പം തരാം. നീ എന്താടാ വഴിയറിയുന്ന ബ്ലിങ്കി നിൽക്കുന്നേ? ഒരു അക്കിടി പറ്റിയടാ. ബസ്സിൽ വെച്ചൊരു പെൺകുട്ടി. പെൺകുട്ടിയോ? എന്നിട്ട് ഷോ, ഇവനൊരു എടാ പറയുന്നത് കേൾക്ക്. എനിക്കും ഒരു പെൺകുട്ടിക്കും കൂടി കണ്ടക്ടർ ബാക്കി തന്നു. അവർക്ക് 50 പൈസ കൊടുക്കണം. ചെല്ലപ്പിള്ളയുടെ കടയിൽ നിന്ന് സിഗരറ്റും വാങ്ങി ചില്ലറയും സംഘടിപ്പിച്ച് വന്നപ്പോ പാർട്ടിയെ കാണാനില്ല. ഷേ, എന്ത് മോശമായി പോയി നോക്ക്. ഇതാണ് ഞാൻ പറയുന്നത്, നിന്നെ കൊണ്ടൊരു വസ്തുവിനും കൊള്ളില്ലെന്ന്. ഞാനാണെങ്കിൽ 50 പൈസയല്ല, ഈ നോട്ട് മുഴുവത്തോടെ ആ പെണ്ണിനെ ഏൽപ്പിക്കും. ബാക്കി സൗകര്യം പോലെ തന്നാ മതിയെന്ന് പറഞ്ഞ് ഒരു ചെറിയ ലൈൻ ഇട്ട് വെക്കും. ആ പറഞ്ഞിട്ട് എന്താ കാര്യം? പോയത് പോയില്ലേ, 50 പൈസ മിച്ചം. എന്താ ഇത്, സിഗരറ്റല്ലേ? ഇങ്ങോട്ടോ. അല്ലടാ, കിളി എങ്ങനെ? കിളിയോ? ഇടാ, പെൺകുട്ടി എങ്ങനെ ഉണ്ടെന്ന്? സ്റ്റൈൽ. അതാണ് കിളി പറന്നു പോയപ്പോ നിന്റെ മുഖത്തത്ര വിഷമം. പോവാടാ. ആ സന്യാസിക്കാൻ പോയ മിണ്ടാപ്പൂച്ച എപ്പോഴാ കലവടക്കുന്ന ആര് കണ്ടു? ഇതാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സാധനം. എന്നോട് പൈസ വാങ്ങാതെ പോയതും ഇവളാണ്. നേരം
എന്താ സ്വാമി നോക്കുന്നേ? ഞാൻ ഓർക്കുകയായിരുന്നു നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ലാതെ ഈ ഓഫീസിൽ വന്നിട്ടുണ്ടോ എന്ന്. വരുന്നത് ഒന്നിച്ച്, പോകുന്നത് ഒന്നിച്ച്, ഒപ്പിടുന്നത് ഒന്നിച്ച്, ലീവ് എടുക്കുന്നത് ഒന്നിച്ച്. എന്താണ് ഇതിന്റെ രഹസ്യം? ഇങ്ങനെയുണ്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ്? ആട്ടെ, ഓഫീസിന് വെളിയിലും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? ഊണും ഉറക്കവും എല്ലാം ഒന്നിച്ചായിരിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞാലും തെറ്റാവില്ല സ്വാമി. ഇങ്ങനെ പോയാൽ രണ്ടുപേരും കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ. സംഭവിച്ചുകൂടുന്നില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അടികൂടേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല സ്വാമി. കാരണം വിനയം സന്യസിക്കാൻ പോവുക. സ്ത്രീകളുടെ കാര്യം പറയുന്നതേ ഇവന് ഇഷ്ടമല്ല. നിങ്ങളിവരെ അറിയുമോ? നമ്മുടെ പുതിയ ടൈപ്പിസ്റ്റാ. അതെയോ? നമസ്കാരം. സാറല്ലേ അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച്? അപ്പോ ഇവിടെയാണോ ജോലി? ഞാൻ വിചാരിച്ചത് ഏതോ പോലീസ് ഓഫീസർ മഫ്റ്റി വേഷത്തിൽ വന്നതാണെന്ന്. അപ്പോ എനിക്കൊരു പോലീസ് ഓഫീസറുടെ ഗമയൊക്കെ ഉണ്ട് അല്ലേ? ഇനി ഇതങ്ങ് വെച്ചോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 50 പൈസയും വിലപ്പെട്ടതാണ്. ഓ, ഐ എം സോറി. സാറായിരുന്നു. മറ്റൊന്നും വിചാരിക്കരുത്. 50 പൈസയ്ക്ക് വേണ്ടി ആ കടയുടെ മുമ്പിൽ കാത്തു നിൽക്കാൻ പ്രയാസം തോന്നി. അതുകൊണ്ടാ. സാരമില്ല. ഞാൻ വിനയൻ. പ്രമീള. പ്രമീള സാറിനെ മാനവ സാറ് വിളിക്കുന്നു. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. ഇന്റർവ്യൂ എസ്റ്റേറ്റിലെ ഓഫീസ് വെച്ചായിരുന്നു അല്ലേ? അതെ. ഞാനൊന്ന് ടൂറിലായിരുന്നു. ആട്ടെ, താമസം എവിടെ? YWCA ഹോസ്റ്റലിൽ. നല്ലത്, സൗകര്യമായല്ലോ. ആ, ഷോർട്ട് ഹാൻഡ് അറിയാമോ? ഇല്ല. അതുകൂടെ പഠിച്ചുകൂടി? ശ്രമിക്കാം. പ്രമീള നീലേശ്വരം. നീലേശ്വരത്ത് എവിടെ? ഇലഞ്ഞിമറ്റം. വീട്ടുപേര്? നന്ദേനി. ഇതാ, ഈ 3 ലെറ്ററും ഉടൻ ടൈപ്പ് ചെയ്ത് കിട്ടണം. 3 കോപ്പികളും വേണം. യെസ് സർ. ശരി, വയ്ക്കുന്നു. ഇതെന്താ സാറേ? ഓവർ എസ്റ്റിമേറ്റ്. ആ, നമ്മുടെ മാനേജർ സാറിന്റെ കൈയക്ഷരം പഠിക്കാൻ പ്രത്യേകം സ്കൂളിൽ പോണം. നീ ഒരുങ്ങിയില്ലേ ഇനിയും? ഞാൻ എവിടേക്കില്ല. നീ എന്താ ഈ പറയുന്നത്? രാവിലെ മുതൽ വൈകുന്നത് വരെ സ്കൂളിലും ഓഫീസിലും. ഇങ്ങനെ പോയാൽ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് വയസ്സായി പോകും. എഴുന്നേൽക്ക, എഴുന്നേൽക്ക. നമുക്ക് വല്ല ബീച്ചിലോ പാർക്കിലോ പോകാം. ഫ്രഷ് എയർ കൊള്ളാം. വല്ലൊരു സുള്ളുന്നതും കാണാം. ഇവളുടെ ഒരു നാക്ക്. നീ എന്തൊക്കെയാണ് പറയുന്നേ? എന്റെ പൊന്നു പ്രമീ, നമ്മളെല്ലാരും സൊള്ളുന്നത് മുക്കിലും മൂലയിലും ഓരോ പാർട്ടികളിരുന്ന് സൊള്ളുമ്പോൾ സത്യം പറ, അത് കാണുന്നതൊരു സുഖമല്ലേ? ജസ്റ്റ് ഫോർ എ ഫൺ ഓഫ് ഇറ്റ്. താഴെ നമ്മുടെ പാർട്ടീസ് ഒക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ടാവും. എഴുന്നേറ്റ്. അവളെ പറ്റി നിനക്ക് എന്ത് തോന്നുന്നു? ആരെ പറ്റി? ആ, നമ്മുടെ പുതിയ താരം പ്രമീള. ശരീര സൗന്ദര്യത്തെക്കാൾ മറ്റെന്തോ സിദ്ധിവിശേഷം അവൾക്കുള്ളതായി തോന്നിപ്പോകുന്നു. യു ആർ കറക്റ്റ്.
എന്തോ ഒരു ഇതുണ്ടവക്ക്. എന്താണെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടാ. ഞാൻ പറയാം. ഒരു ഉൾനാടൻ പെൺകിടാവിന്റെ ലാവണ്യം, സ്ത്രീത്വത്തിന്റെ ശാലീനത പരിവേഷം ചാർത്തുന്ന മുഖം, കവിതയൂറുന്ന കണ്ണുകൾ, എല്ലാറ്റിനും ഉപരിയായി ഒരു വിഷാദ ഛായ. ഹായ് ഹായ്, ചുമ്മാ നല്ല ആളുകൾ തന്നെ കവിയെന്ന് വിളിക്കുന്നത്. എന്താ രണ്ടുപേരും കടലിലേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുന്ന കണ്ടല്ലോ. തിര എണ്ണുകയായിരുന്നു പ്രമീളെ. ദിവസവും ഇവിടെ വന്നിരുന്നു തിര എണ്ണു, അല്ലാതെ വേറെ എന്തോ ചെയ്യാനാ. ആ പ്രമീളയുടെ കൂട്ടുകാരിയെ പരിചയപ്പെട്ടില്ല. ഐ എം സോറി. ഇവൾ മീര, സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ടീച്ചറാ. പോരെങ്കിൽ നല്ലൊരു പാട്ടുകാരിയും. മീരയുടെ 4-5 പാട്ടുകൾ റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഹാ, നേരോ? എങ്കിലിനി വല്ലപ്പോഴും നല്ല പാട്ടുകളൊക്കെ കേൾക്കാമല്ലോ. ആട്ടെ, ഒരു സംശയം. നിങ്ങൾ സംഘം ചേർന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഞങ്ങളെപ്പറ്റി എന്തോ കമന്റ് പാസ്സാക്കിയതാണ് അല്ലേ? അത് ഈ മീര ഒരു കുസൃതിക്കാരിയാ. വല്ലതൊക്കെ വിളിച്ചു പറയും. ആ പറയുന്നേ, ഞങ്ങളെപ്പറ്റിയാണെങ്കിൽ കേൾക്കാൻ രസം ഉണ്ടാവുമല്ലോ. പറയണം. മറ്റൊന്നുമില്ല, നിങ്ങളെ കണ്ടാൽ ശ്രീരാമനും ലക്ഷ്മണനും പോലെ ഉണ്ടെന്ന്. രാമനും ലക്ഷ്മണനോ? ഞങ്ങളോ? ഏതായാലും മീരയ്ക്ക് നല്ല നർമ്മബോധമുണ്ട്. കൂട്ടുകാരെ ഞങ്ങളെ വിളിക്കുന്നത് മല്ലനും മാധവനും ഒന്നാ. അതിലൊക്കെ എത്രയോ ഭേദമായത്. ഇനി ഒരു സീതയുടെ കുറവേ ഉള്ളൂ. ഞാൻ തമാശ പറഞ്ഞതാ. അയ്യോ, ഞാനും തമാശ പറഞ്ഞതാ. കുറെ നേരമല്ലേ നിൽക്കുന്നു, ഇരുന്ന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കണം. ആ മീരയുടെ വീട് എവിടെ? മലബാറില, പ്രമീലയുടെ വീടിനടുത്ത്. ഞങ്ങൾ ഒന്നിച്ചാ കോളേജിൽ പഠിച്ചത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, 4 ആങ്ങളമാർ. 4 പേർക്കും വിദേശത്താ ജോലി. പെണ്ണായിട്ട് ഞാൻ മാത്രം. ഭാഗ്യവതിയാണല്ലോ എന്ന് പറയാമോ? ഭാഗ്യം ഭാവിയെ ആശ്രയിച്ചിരിക്കും. ആട്ടെ, പ്രമീളയ്ക്ക് ആരൊക്കെയുണ്ട് വീട്ടിൽ? പ്രമീലയ്ക്ക് എല്ലാം കൂടി അമ്മ മാത്രം. അച്ഛൻ ഇല്ല. ഓഹോ, അങ്ങനെയാണോ? ബൈ ദ ബൈ, ജോസാറിന്റെയും മിനീസാറിന്റെയും വീടെവിടെ? കുന്നമ്പിയോ മാവേലിക്കര. ഒരുമിച്ച് പഠിച്ചു, ഒരുമിച്ച് വഴക്കടിച്ച് വളർന്നു. ഇപ്പൊ ഒരേ മുറിയിൽ താമസിക്കുന്നു, ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നു. ഐസ്ക്രീം ഒരു 4 എണ്ണം കുറേ. താങ്ക്സ്. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് അധികം നേരമായിട്ടില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ട ദിവസമാണ്. ഒന്ന് ആഘോഷികളെ. ആ ഇങ്ങോട്ട് കൊടുക്ക്. കാശു ഡേ, ഒരു 4 എണ്ണം ചൂടായിട്ടിടറേ. ആ വേഗം എടുക്കടാ പോയി. ഒരു 4 അലവലാദികൾ വരുന്നുണ്ട് കേട്ടോ. തന്നെ നമ്മൾ 4, നമുക്ക് 4. ഇവിടുത്തെ വാളികളാ. മീര, ആർ യു ക്രിസ്ത്യൻ? എന്താ അങ്ങനെ ചോദിച്ചത്? മീര എന്ന പേരും നെറ്റിയിലെ പൊട്ടും കണ്ടപ്പോ ഹിന്ദു ആണെന്ന് ഓർത്തു. പിന്നെ എങ്ങനെ മനസ്സിലായി? ഈ മാലയുടെ അറ്റത്ത് കിടക്കുന്ന കുരിശ്. എന്താ, ക്രിസ്ത്യാനിക്ക് പൊട്ടു തൊട്ടൂടെ? ഹിന്ദുവിന് കുരിശ് ധരിച്ചൂടെ? ആര് പറഞ്ഞു പാടില്ലെന്ന്? കൊള്ളാം, നല്ല പുരോഗമിച്ച മനസ്സാണല്ലോ. എന്റെ ഫുൾ നെയിം മീര ജോസഫ് എന്നാണ്. ജോസഫോ? ജോസഫിന്റെ ചുരുക്കം പേരില്ലേ ജോസ്? അതെ. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, ജോസഫിന് പകരം ജോസ് എന്ന് ചേർക്കാമോ എന്നൊരു സംശയം. അതായത് മീര ജോസ്. അടിച്ചനെ പല്ലിയാൻ കുടിച്ചോളെ. അത് ശരി, അപ്പന്റെ തലേ ടണ്ടി കളറാസ്കൽ. കൂട്ടുകാരികൾ പോകാനൊരുങ്ങുന്നു. എടാ വിനയ, ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ. നീ വല്ലേ കവിയും സഹൃദയനും ഒക്കെ ആണെന്നാണല്ലോ വെപ്പ്. ആരാണ് കൂടുതൽ സുന്ദരി, പ്രമീളയോ മീരയോ? 2 പേരും സുന്ദരികളാ. ഓ, അവന്റെ ഒരു കണ്ടുപിടുത്തം.
മറ്റാർക്കും അത് അറിയാൻ പാടില്ലാത്ത പോലെ. എടാ മരങ്ങോട് അതല്ല ചോദിച്ചത്. പ്രമീള, അവൾ പ്രശാന്ത സുന്ദരമായ ഒരു നീല ജലാശയം. അയ്യോടാ, നീല കുണിഞ്ഞിച്ചിരിച്ചു കൊണ്ടൊഴുകുന്ന ഒരു കാട്ടരി. അയ്യോ എന്നപ്പാ. എങ്കിൽ മഹാകവി ഒരു കാര്യം ചെയ്യും, രണ്ടുപേരെയും കുറിച്ച് ഓരോ കവിത അങ്ങോട്ട് കാച്ച്. നിന്റെ കൈയുടെ തരിപ്പും മാറും, എനിക്കൊന്ന് വായിച്ച് രസിക്കുകയും ചെയ്യാം. ചേച്ചേ, പെണ്ണുങ്ങളെ കുറിച്ച് കവിത എഴുതാൻ എനിക്ക് വേറെ ജോലിയില്ലേ? പോടാ. അയ്യോടാ, അവന് പഞ്ചാര അടിക്കാൻ വെള്ളം ഉറക്കാം. എന്തോന്നാ നേരത്തെ പറഞ്ഞേ? ആ, കാട്ടരുവിയും കാണാം, ജലാശയവും കാണാം. എഴുതി ആകാശം പിടിഞ്ഞു വിടുകൂടാ. എന്തിനാടാ ഈ ഹിപ്പോക്രസി? വാ. ശരി, അപ്പോൾ വാർഷികത്തിന് എന്തൊക്കെ പരിപാടികളാ വേണ്ടത്? ഇതുവരെ മിമിക്രിയും കഥാപ്രസംഗവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എങ്കിൽ പ്രമീളയുടെ ഒരു നൃത്തം കൂടി എഴുതിക്കോളും. പ്രമീളയ്ക്ക് നൃത്തം അറിയാമോ? നന്നായി നൃത്തം ചെയ്യും. ചുമ്മാ മീരയുടെ പാട്ട് വേണ്ടേ? പിന്നെ ഡാൻസിന് പിന്നണി പാടുന്നത് ഞാനാണ്. എന്നാടാ നിനക്കൊരു ലെറ്റർ. ഹായ്. എന്താ നോക്കടാ, നോക്ക്, എന്റെ കവിത അയച്ചു വന്നു. ഈശോയെ, സംഗതി സത്യമാണല്ലോ. ഇതെങ്ങനെ സാധിച്ചാ? ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ്. കവിയായിട്ട് അംഗീകരിക്കാം, പക്ഷെ ചിലവ് ചെയ്യണം. ഒന്ന് പോളോ. അമ്മ വരച്ചു കിടക്കുന്ന വിവരം പറഞ്ഞാലും താൻ പറയും ചെലവ് ചെയ്യാൻ. ഈ ആഴ്ചത്തെ രഞ്ജനയിലാണോ? അതെ. കവിതയുടെ പേര് പ്രാതസന്ധ്യ. എഴുതിയത് ശ്രീമാൻ വിനയചന്ദ്രൻ. വിനയചന്ദ്രന്റെ കവിതകൾ ഞാൻ പല പ്രസിദ്ധീകരണങ്ങളും വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഈ വിനയൻ സാറാണെന്ന് അറിഞ്ഞിരുന്നില്ല. എങ്കിൽ അറിഞ്ഞോളൂ, അദ്ദേഹമാണ് ഇദ്ദേഹം. കവിതകൾ വായിക്കാറുണ്ടോ? കവിതയും കഥയും എല്ലാം വായിക്കും. പുസ്തക വായനയാണ് എന്റെ ഹോബി. ഇവിടുത്തെ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്താൽ കൊള്ളാവുന്നുണ്ട്. പക്ഷേ കുറച്ച് അകലെയാണെന്നാ കേട്ടത്. അതിനെന്താ, എനിക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. പ്രമീളയ്ക്ക് ഇഷ്ടമുള്ള പുസ്തകം എന്താണെന്ന് അറിയിച്ചാൽ മതി, ഞാൻ എടുത്തു തരാം. എങ്കിൽ വലിയ ഉപകാരമായി. അയ്യോ, ഇവനോട് വെറുതെ പറയാവുന്നേ ഉള്ളൂ, കാര്യം നടപ്പില്ല. പ്രമീളയ്ക്ക് എത്ര പുസ്തകം വേണം? ഒരു ലിസ്റ്റ് ഞാൻ കൊണ്ടുതരാം. ആ, ടൗൺ ഹാളിൽ പ്രമീളയുടെ നൃത്തമുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ആ, ശരിയാണ്. ഞങ്ങളെ ഒന്നും ക്ഷണിക്കുന്നില്ലേ? തീർച്ചയായും രണ്ടുപേരും വരണം. ഞാൻ ക്ഷണിക്കാനിരിക്കായിരുന്നു. വരുമല്ലോ? വരുമോന്നോ? എന്ത് ത്യാഗം സഹിച്ചാലും വരും. തേയ് തേയ് തിത്തിത്തേ 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 തത്തജ്ജം കടകട ധിം തകിട ധിം തകിട ധിം നഗട തകിട ധിം നഗട തകിട ധിം താകുധേ കുതകചേ കുധന കുതകത ഝം 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 ദതക ജനുതാം താകുധേ കുധന കുകിന കുതാം തകിടതകതി കുകൃതക തകിട ധിം തകിടതകതി കുകൃതക തകിട ധിം തകിടതകതി കുകൃതക തകിട ധിം ദേവി നീ പ്രഭാതമായി ഇരുൾ മൂടും പ്രദോഷമായി ചലനം ചലനം തുടരുന്നിതാ ചലനം ചലനം തുടരുന്നിതാ കാന്തിയായി ശാന്തിയായി ശക്തിയായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി ഇരുൾ മൂടും പ്രദോഷമായി ചലനം ചലനം തുടരുന്നിതാ കാന്തിയായി ശാന്തിയായി ശക്തിയായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി
പൂനിലാവേ എൻ മുന്നിൽ പോരാമോ യുഗങ്ങൾ തോറും നീന്തിടുന്ന പൂനിലാവേ എൻ മുന്നിൽ പോരാമോ ജലപതിയൊളി തരളിതമാകും നിരനിരമല പുളകിതമാകും ഒളിഞ്ഞു തെളിഞ്ഞു മറഞ്ഞു നിറഞ്ഞു അതുലമ സുഖരസമായി സ്താകമായി മോഹമായി താകമായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി ഹൃദയമാകെ ചൂടിടുന്ന പൂങ്കിനാവേ എൻ മുന്നിൽ പോരാം ഹൃദയമാകെ ചൂടിടുന്ന പൂങ്കിനാവേ എൻ മുന്നിൽ പോരാമോ അപശ്രുതി നില ചുടിലയമാകും കളകളമൊഴി മധുവഴിയാകും ഉണർന്നു വിരിഞ്ഞു നിറഞ്ഞു ഇനിയൊരു നിധിവരമായി ദീപമായി രൂപമായി നാദമായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി സമഗപമ സഗമവനി പമവനീദബ പമവനീദബ gama pasaniza gama pasaniza saga gama 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 saga gama gama maba maba pani pani samaga pamani pasa nananana jum jum nananana katita dhanada gadinada tirgada da da devi ni pravadamai irul moodum pradoshamai ചലനം ചലനം തുടരുന്നിതാ കാന്തിയായി ശാന്തിയായി ശക്തിയായി മമ മനമതിൽ വരുമോ ദേവി നീ പ്രഭാതമായി ദേവി നീ ദേവി നീ ദേവി നീ. ഡാൻസ് കലക്കി കേട്ടോ. എന്താ പറയാ, ഒരു വാക്കുകൾ കിട്ടാത്ത കുഴപ്പമേ ഉള്ളൂ. റിയലി വണ്ടർഫുൾ അല്ലടാ? മനോഹരമായിരുന്നു. ചുവടുകളുടെ താളം ഇപ്പോഴും മനസ്സിലുണ്ട്. അതെ അതെ, സത്യത്തിൽ ഇത് ഇപ്പോഴും കൺമുമ്പിൽ നിന്ന് നൃത്തം ചെയ്യുന്ന പോലെ അല്ലടാ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. അപ്പോ നൃത്തത്തിന് മാത്രമേ ഉള്ളൂ അഭിനന്ദനം? അയ്യോ എന്നല്ല, പാട്ട് സ്റ്റൈലായിരുന്നു. മീര ഇത്ര നന്നായി പാടിയതുകൊണ്ടാണല്ലോ പ്രമീള ഇത്ര ഭംഗിയായി നൃത്തം ചെയ്ത്. ചുമ്മാ വാരാണ് സാറേ. അല്ല അല്ല സത്യം. ഒരാൾ കാണാമെന്ന് നിൽക്കുന്നു. എന്നെ കാണാനോ? ആര്? കസിനാണെന്നാ പറഞ്ഞത്. കസിനോ? അല്പം സംസാരിക്കാനുണ്ട്. ഓഫീസ് ടൈം കഴിഞ്ഞിട്ടില്ല. എനിക്കുടനെ കോടതിയിൽ പോകേണ്ടതാണ്. ഒരു കേസുണ്ട്. അത്യാവശ്യമായി നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പുറത്തേക്ക് മാറി നിന്നാൽ സൗകര്യമായി.
ഇവിടെ എന്നെ പ്രതീക്ഷിച്ചില്ലല്ലേ? ഞാൻ അറിയില്ലെന്നാണ് അമ്മയും മകളും വിചാരിച്ചത്. രാഘവേട്ട, നാട്ടിൽ എന്നെയും അമ്മയും നിങ്ങൾ എത്രമാത്രം ശല്യപ്പെടുത്തി. ഇവിടെയും വന്നിരിക്കുകയാണോ ഉപദ്രവിക്കാൻ? നീ എന്റെ മുറപ്പനല്ലേ, എനിക്ക് നിന്നെ കാണാൻ അവകാശമില്ലേ? നമ്മുടെ വിവാഹം എന്ന് നടത്താമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ആ മോഹം നടക്കാൻ പോകുന്നില്ല. സത്യമാണോ? സത്യം. നീ അധികം ഞെളിയണ്ട. ഇവിടെ വേണമെങ്കിൽ നിന്റെ പേര് ചീത്തയാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ എന്നെ ചീത്തയാക്കാൻ കഴിയില്ല. രാഘവൻ നായർ നിനക്കറിയാമല്ലോ, വേണ്ടപ്പെട്ടവർക്ക് നല്ലവനാ, അല്ലാത്തവർക്ക് ദയവീത് ശല്യം ചെയ്യാതൊന്ന് പോകൂ. ഇപ്പൊ ഞാൻ പോകുന്നു. ഈശ്വര, എന്തൊരു പരീക്ഷണമാണിത്. പ്രമീളെ, അതാരാ? അമ്മാവന്റെ മകനാ. എന്നാലും അയാൾ സമ്മതിക്കണമല്ലോ, നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് നിന്നെ ശല്യപ്പെടുത്തണമെങ്കിൽ. നീ ധൈര്യമായിരിക്കെ, ഇത് സിറ്റിയാണ്. അയാളുടെ വിരട്ടലൊന്നും ഇവിടെ ചെലവാവില്ല. മീരയ്ക്ക് അറിയാഞ്ഞിട്ടാ. കൊല്ലത്തിൽ 6 മാസം ജയിലിലും പോലീസ് സ്റ്റേഷനിലുമായി കഴിയുന്നവർക്ക് ആരെ പേടിക്കാനുള്ളത്? പേടിക്കാനുള്ളതും നഷ്ടപ്പെടാനുള്ളതും എനിക്കല്ലേടി. അയാൾ ഇവിടെ വന്ന് ശല്യപ്പെടുത്തുന്ന കാര്യം പാവ അമ്മ അറിയാതിരുന്നാ മതി. അല്ലെങ്കിലേ അമ്മയ്ക്ക് പാതി ജീവനേ ഉള്ളൂ. നീ സമാധാനപ്പെടു പ്രമീ, ഒക്കെ ശരിയാവും. അല്ലടവനെ, അമ്മാവന്റെ മകനെന്ന് പറയുന്ന ആ പാർട്ടി വന്നേച്ചു പോയ പിന്നെ പ്രമീലയുടെ മുഖം നീ ശ്രദ്ധിച്ചോ? ശരിയാണ്, വല്ലാതെ അപ്സെറ്റ് ആയിട്ട് തോന്നി. ഈ വന്ന പാർട്ടി ശരിക്കും അമ്മാവന്റെ മകൻ തന്നെയാണോ? അതോ ആയിരിക്കും. പ്രമീള കള്ളം പറയില്ല. എന്നാലും ഇതിൽ എന്തോ ചിറ്റിക്കളിയുണ്ട്. നിനക്കെന്ത് തോന്നുന്നു? എനിക്കിപ്പോ തോന്നുന്നു പറയട്ടെ. എന്താണെന്നോ ഏതാണെന്നോ ഒരു പിടിയും ഇല്ലാത്ത കാര്യത്തെ ചൊല്ലി ഉറക്ക വിളക്കുന്നതിലും നല്ലത് ഉള്ള നേരത്തെ നമുക്ക് വിധിച്ചിട്ടുള്ള തലയണയും പൊത്തിപ്പിടിച്ച് ഉറങ്ങുന്നതാണെന്ന്. പറഞ്ഞോണം, അത് ശരിയാണല്ലോ. രാമലക്ഷ്മണന്മാർ നിൽക്കുന്നു. നമ്മൾ വരുന്ന സമയം നോക്കിയല്ലേ ഇവരും വരുന്നത്. ആദ്യം 5-6 കടല കുറിച്ചാട്ടെ. താങ്ക്സ്. ഞങ്ങൾ വന്നത് ബോറടിയായി തോന്നുന്നുണ്ടോ? കൊള്ളാം. ബോറടിയാണോന്നോ? വരാൻ വൈകിയതിലേ ഉള്ളു ബോറടി. ഓ മതി മതി. ഈ ജോസാറിന്റെ നാവിന് കടിഞ്ഞാണേ ഇല്ല. വിനയ് സാറിനെ നോക്കൂ, ആവശ്യമില്ലാതെ ഒരു വാക്കുപോലും പറയത്തില്ലല്ലോ. അതവന് നാണമായതുകൊണ്ടാ. മീരയ്ക്ക് മൊത്തം ഇത്ര ആഭരണങ്ങളേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. എല്ലാം മാറി മാറി ധരിക്കും. ഓ, ഇനിയുണ്ടോ? എന്നാ പിന്നെ അതുകൂടെ എടുത്തിടാത്ത എന്താ? ഇത്രയും ആഭരണങ്ങളിട്ട് നടക്കാന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ. ജോസാറിന് ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലെന്ന് മാത്രമല്ല, വെറുപ്പുമാണ്. ബോധമുള്ളവരാരും ഇങ്ങനെ പൊന്നിൽ പൊതിഞ്ഞ് നടക്കാറില്ല. സ്വന്തം സൗന്ദര്യത്തിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാ ആഭരണങ്ങളോട് എത്ര കമ്പം. ഓ സമ്മതിച്ചു. എനിക്ക് ബോധവും ഇല്ല, സൗന്ദര്യവും ഇല്ല. അയ്യോ സോറി, പിണങ്ങാൻ പറഞ്ഞതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. എന്താ നീയൊന്നും വേണ്ടാത്ത? അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എന്തിനാ അഭിപ്രായം പറയുന്നെന്ന് കരുതി, അത്രയും ഒന്നും. സാർ, എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ സാർ? നന്നായിരിക്കും സാർ, ഉടനെ പ്രിന്റ് തരാം സാർ. നൈസ് ഐഡിയ. വാടാ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. പ്രമീലയ്ക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ? ഐ എം സോറി, ഞാനില്ല. വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ. എടുക്കുന്നെങ്കിൽ 4 പേരും ചേർന്നെടുക്കണം. ഒരു ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് എന്താ പ്രമീളെ? വേറെ ആരുമല്ലല്ലോ, നമ്മൾ മാത്രമല്ലേ. വേണ്ട, എനിക്കിഷ്ടമല്ല. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. ഇന്ന് വേണ്ട ശാനെ, വേറൊരിക്കലാവാം. ശരി സാർ. നേരം വൈകുന്നു, ഇനി ഞങ്ങൾ പോട്ടെ.
പ്രമീളെ, ജോസ് സാർ ഇത്ര കാര്യമായി ക്ഷണിച്ചിട്ടും നീ എന്തേ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത? മോശമായിപ്പോയി കേട്ടോ. അതൊരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല മീര. നമ്മുടെ സ്വാതന്ത്ര്യത്തിനും ഒരു പരിധിയുണ്ട്. അതിര് കിടന്ന സ്വാതന്ത്ര്യം അപകടമാണ്. എന്നാലും വിനീനും ജോസും നമ്മളറിയാത്തവരല്ലല്ലോ. എത്രയോ മാന്യമായിട്ടാണ് അവർ നമ്മോട് പെരുമാറുന്നത്. അതിര് കടന്ന ഒരു വാക്കെങ്കിലും അവർ നമ്മോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലായിരിക്കാം. പക്ഷേ അവർ പുരുഷന്മാരാണ്, നമ്മൾ സ്ത്രീകളും. നമ്മെ ശ്രദ്ധിക്കേണ്ട ചുമതല നമുക്കാണുള്ളത്. പക്ഷേ ജോസ് പിണങ്ങിയിട്ടുണ്ട്. തീർച്ച പിണങ്ങട്ടെ. ആ പിണക്കം താൽക്കാലികമായിരിക്കും. മീര, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരിക്കൽ നിന്നെ വിവാഹം കഴിക്കുന്ന ആൾ ആ ഫോട്ടോ കാണാൻ ഇടയായാൽ? അമ്പടി, നീ എവിടെ വരെ പോയി? ശരിയാണ് മോളെ, സമ്മതിച്ചു. എനിക്ക് പോസ് കാണിക്കുന്നത് കാണുമ്പോഴാണ് നമ്മളിവിടെ ഒരു ഫോട്ടോ എടുത്താൽ അങ്ങോട്ട് തേഞ്ഞു പോകുമോ? നീ വെറുതെ ശുദ്ധി പിടിക്കുകയാണ്. പ്രമീള ചെയ്തതാണ് ശരി. തേങ്ങാക്കൊല എന്തോന്ന് ശരിയാണെന്ന് നീ പറയുന്നേ? ആ, കല്യാണം കഴിക്കാത്ത പെണ്ണുങ്ങൾ അവർ നമ്മുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയെന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ പെങ്ങന്മാരാണെങ്കിലും അങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അപ്പോഴാ മീര തയ്യാറായതോ? അവള് വേറൊരു ടൈപ്പാ. മുൻപിൻ നോക്കാതെ പ്രവർത്തിക്കുകയും പറയുകയും ചെയ്യുന്ന പ്രകൃതം. എന്ന് വെച്ചാൽ എന്നെ പോലെ? ശരിയാടാ, മീരയുടെയും നിന്റെയും സ്വഭാവം ഏതാണ്ട് ഒരുപോലെ. അവൾ നിനക്ക് ചേരും. മെയ്ഡ് ഫോർ ഈച്ച് അതർ. എവിടെയും പറയാതെ. പിന്നെ എന്റെ മനസ്സിൽ വേറൊരു പിക്ചറാണുള്ളത്, ടോട്ടലി ഡിഫറെന്റ്. എന്തെന്ത്? കേൾക്കട്ടെ. അതേടാ, എന്റെ മനസ്സ് നിറയെ മറ്റൊരു പെൺകുട്ടിയാ. എന്നിട്ട് നീ ഇതൊരു അക്ഷരം എന്നോട് പറഞ്ഞില്ലല്ലോ. അതോ പറയാറായിട്ടില്ല. ഒരു ദിവസം നീ കണ്ടോ, എ ബിഗ് സർപ്രൈസ്. നിന്റെ കയ്യിൽ ഞാനൊരു ഇൻവിറ്റേഷൻ കാർഡ് തരും. ആ, എന്നാ നീയും കണ്ടോ, ഒരു ദിവസം ഞാനും ഒരു ഇൻവിറ്റേഷൻ തരും. എ ബിഗർ സർപ്രൈസ്. വിനയചന്ദ്രൻ വിത്ത് ഡാഷ്. അയ്യോടാ, പെണ്ണും പ്രേമവും ഒന്നും വേണ്ടാന്നും പറഞ്ഞ് സന്യസിക്കാൻ നടന്ന നീ തന്നെയാണോ മോനെ വിനയായി പറയുന്നേ? അയ്യോ സ്വപ്നദേവത കവിതയാണല്ലേ? സന്യാസിക്ക് പറ്റിയ വിഷയം തന്നെ. മമ മാനസമാം മണൽപ്പരപ്പിൽ പുതുതായി ഉദയം ചെയ്ത സാരണി തരിശാമീ മരുഭൂമിയത്രയും നനയട്ടെ തവ സ്നേഹധാരയാൽ. സത്യം പറയണം, ആരാണ് എന്റെ സ്വപ്നദേവത? എന്റെ ജോസേ, ഇതൊരു മിസ്റ്റിക് കവിതയാ. പരമാത്മാവിനെ കാമുകയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. എടാ കവേ, നീ പരമാത്മാവിനെ വിട്ട് ജീവാത്മാവിന് വേണ്ടി വല്ല എഴുതാൻ നോക്ക്, എന്നാലേ നീ ഗുണം പിടിക്കും. ജോസൂട്ടാ, വാ നമുക്കൊന്ന് ഇരിക്കാം. എവിടെ? കൊള്ളാം, ഫുൾ ബോട്ടിലാണല്ലോ. വാ വാ വാ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പോയിക്കോ. വാ വന്നേ, ജോസൂട്ടില്ലാതെ സുഖവും ഇല്ല. എനിക്ക് വേണ്ടെന്നിട്ടാ. എന്താ ഞങ്ങള് പോവാം. നിനക്ക് ഞാൻ വാക്ക് തന്നിട്ടില്ലേ ഇനി കുടിക്കില്ലെന്ന്? അതുകൊണ്ടാ പോവാത്തത്, മനസ്സിലായോ? നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല വിനയ. നീ എന്റെ സുഹൃത്ത് മാത്രമല്ല, എന്റെ എല്ലാം നീയാ. നിന്നെയും കാത്തെടുത്ത് അവിടെ നിൽക്കുന്നത് കണ്ടില്ലടി? കണ്ടു. പിന്നെന്താടി നിൽക്കാണ്ട് പോകുന്നത്? ഞാൻ പറഞ്ഞിട്ടല്ലോ കാത്തുനിന്നത്. എന്തിനാ നിങ്ങൾ പിന്നെയും വന്ന് ശല്യപ്പെടുത്തുന്നത്? അയ്യോടി, ഞാൻ വരുന്നത് നിനക്ക് കുറച്ചില്ലായോ? ഇങ്ങോട്ട് നോക്ക്, നീ എനിക്ക് അവകാശപ്പെട്ട പെണ്ണ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു മോഹം വേണ്ട. പെണ്ണെ, ഞാൻ നല്ലൊരു മൂഡില്ല. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നമുക്കൊരു മുറി എടുക്കാം. നീ ചുമ്മാ ഇടങ്ങറുണ്ടാക്കാൻ നിൽക്കാൻ വന്നേ, നമുക്ക് വിശദമായൊന്ന് സംസാരിക്കും. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നീ എന്നെ കൊല്ലത്തും ഒന്നും കൊല്ലത്തുമില്ലടി. നീ നിന്റെ തള്ള എത്ര തുള്ളൂന്ന് രാഘവൻ അറിയാം. മാറി നിൽക്കാനാ പറഞ്ഞത്. ചുമ്മാ തുള്ളാവേടി. നിനക്ക് ധൃതിയാണെങ്കിൽ പൊയ്ക്കോ, നമുക്കെപ്പോ നിനക്ക് കാണാമല്ലോ. പിടിച്ചു
നിർത്തി ആയിട്ട് രണ്ട് പൊട്ടിക്കണം തോന്നിയതാ എനിക്ക്. നമ്മുടെ ഓഫീസിന്റെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ മോശമല്ലേന്ന് കരുതിയ അല്ലെങ്കിലുണ്ടല്ലോ. നാട്ടിൽ അമ്മയും ഞാനും മാത്രം ഉള്ളപ്പോൾ ചോദിക്കാനും തടുക്കാനും ഒരു ആൺതുണ ഇല്ലാത്തതുകൊണ്ട് എന്തെല്ലാം ഉപദ്രവങ്ങളാ സഹിച്ചിരുന്നതെന്നു. ഇത്രയും ദൂരം ഒരു ജോലി കിട്ടിയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാ. ഇവിടെയും പ്രമീള ധൈര്യമായിട്ടിരിക്കേ. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ നോക്കിക്കോളാം. പ്രമീളയ്ക്ക് ഇവിടെ ആവുമ്പോ ചോദിക്കാനും പറയാനും ആരും ഉണ്ടാവില്ലെന്നായിരിക്കും അവൻ ധരിച്ചിരിക്കുന്നത്. ആ ധാരണ തെറ്റാണെന്ന് ഞങ്ങൾ അവന് കാണിച്ചു കൊടുക്കാം. അവനിനി വരട്ടെ. ഞങ്ങളൊക്കെ ഇല്ലേ പ്രമീള, നിനക്ക് ധൈര്യമായിട്ടിരിക്കെ. ആ അതെ. എന്താണ് രാഘവൻ നീ ചെയ്തത്? ഞാൻ തീറ്റ കൊടുത്തോളത്തുന്ന പ്രാവല്ലടാ ഇത്. പിടിക്കടാ. മോളെ ഞാൻ കണ്ടു. ഞാൻ കാണാതെ ഒളിച്ചു കിടത്തിയതല്ലേ. എന്നിട്ട് എന്തായി? അല്ല, എന്നാ ഞങ്ങളുടെ കല്യാണം? നോക്കണ്ട, അവളെ എനിക്ക് കല്യാണം കഴിക്കണം. അതെന്റെ അവകാശമാണ്. അല്ലെങ്കിലുണ്ടല്ലോ, വെടിയുണ്ടയ്ക്ക് പക്ഷിയെന്നോ മൃഗമെന്നോ മനുഷ്യനൊന്നും നോട്ടമില്ല. എന്താടാ ഭീഷണിപ്പെടുത്തുകയാണ്? കളവാ, താനാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. തന്നെ ഞാൻ ആദ്യം തട്ടും. ഇപ്പോഴേ തട്ടിക്കോ, ഞാൻ എപ്പോഴേ സ്ഥലം വിടാൻ കാത്തിരിക്കുക. നടക്കടാ. ഇവിടെ നിന്നാ ഞാൻ വല്ലതും ചെയ്തു പോകും. എല്ലാറ്റിനും ഞാൻ കാണിച്ചു തരാം. കാണും കാണും. വിനീത് സാറേ. മീരയോ? വിനീത് സാർ എന്നാ ക്രിസ്ത്യാനിയായത്? ഇവൻ എന്നെ മാമോദിസ മുക്കി. അല്ല മീര, ഇന്ന് എന്ത് പറ്റി? ആഭരണങ്ങളൊക്കെ എവിടെ? ആഭരണങ്ങൾ അണിയുന്നത് ജോസാറിന് ഇഷ്ടമല്ലല്ലോ. ഈ വേഷത്തിൽ മീര എത്ര സുന്ദരിയായിരിക്കുന്നു. അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അതിഷ്ടമാ. ഞാൻ പോട്ടെ. ഈ വേഷത്തിൽ മീര എത്ര സുന്ദരിയായിരിക്കുന്നു. രജനീ തന്മലർ വിരിഞ്ഞു, പ്രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിളുന്ന മോഹങ്ങളായി നീവാ. രജനീ തന്മലർ വിരിഞ്ഞു, പ്രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിളുന്ന മോഹങ്ങളായി നീവാ. രജനീ തന്മലർ വിരിഞ്ഞു. വിരിയുന്ന രാവിൽ സ്വർഗീയ മോഹം നീ തന്നു. സ്വപ്നങ്ങൾ
വിരിയുന്ന രാവിൽ സ്വർഗീയ മോഹം നീ തന്നു. കണ്ണിൽ ദാഹമുണർത്താൻ സ്വർണ്ണത്തമ്പുരുമീട്ടി തങ്കത്തേരിൽ ഇരുന്നു തിങ്കൾ കല പോൽ വന്നു. കണ്ണിൽ ദാഹമുണർത്താൻ സ്വർണ്ണത്തമ്പുരുമീട്ടി തങ്കത്തേരിൽ ഇരുന്നു തിങ്കൾ കല പോൽ വന്നു. എന്നിലുണർന്നു വളർന്നു വികാരം കരളില് കരളില് കരളിന് കരളില് നീയൊരുങ്ങി മുന്നിൽ വാ. രജനി തൻ മലർ വിരിഞ്ഞു പ്രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിളുന്നു മോഹങ്ങളായി നീ വാ. രജനി തൻ മലർ വിരിഞ്ഞു. വളരുന്ന നേരം വൈശാഖ പൂജയ്ക്കു വന്നു. ശൃംഗാരം വളരുന്ന നേരം വൈശാഖ പൂജയ്ക്കു വന്നു. പൂച്ചക്കണ്ണു തുറന്നു വിണ്ണിൽ താരകൾ വന്നു. മണ്ണിൽ പൂവും ചിരിച്ചു എങ്ങും മണവും തൂകി. പൂച്ചക്കണ്ണു തുറന്നു വിണ്ണിൽ താരകൾ വന്നു. മണ്ണിൽ പൂവും ചിരിച്ചു എങ്ങും മണവും തൂകി. എന്നിലുണർന്നു വളർന്നു വികാരം കുളിരല 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 നീയൊരുങ്ങി മുന്നിൽ വാ. രജനി തൻ മലർ വിരിഞ്ഞു രതിപതിയായി ഞാനും കുളിർന്ന മാറിൽ കിളുന്നു മോഹങ്ങളായി നീ വാ. രജനി തൻ മലർ വിരിഞ്ഞു. എപ്പോ നോക്കിയാലും നിനക്ക് ഇത് തന്നെ ജോലി. നിന്നെ അന്വേഷിക്കാത്ത അച്ഛനെ നീ എന്തിനന്വേഷിക്കുന്നു? മീരെ, നിനക്കറിയില്ല അച്ഛനില്ലാത്ത എന്റെ വേദന. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ അച്ഛന്റെ ഫോട്ടോയെങ്കിലും കാണാൻ സാധിക്കുന്നതിൽ എനിക്ക് എത്ര സന്തോഷമാണെന്നോ. നീ ഇപ്പോ കൊച്ചു കുട്ടിയൊന്നുമല്ല. ഇനി നീ അന്വേഷിക്കേണ്ടതേ ഒരു ഭർത്താവിനെയാണ്. ആ ജോലി എന്റെ അമ്മ നിർവഹിച്ചോളും. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നിന്റെ മനസ്സിൽ ഒരു ചെറുപ്പക്കാരന്റെ രൂപം നിറഞ്ഞു നിൽക്കുന്നില്ലേ? ഒരു ചോട്ട കവി? ഇല്ല മീരി, അങ്ങനെയൊന്നുമില്ല. അപ്പോ നീ വിനയചന്ദ്രനെ സ്നേഹിക്കുന്നില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. പ്രമീലെ, ഞാനേ ഒരാളെ സ്നേഹിക്കുന്നു. ആരാണെന്നോ? അല്ലെങ്കിൽ വേണ്ട. ചേടാ, ഇത് വിളിച്ചു വരുത്തിയിട്ട് അത്താഴമില്ലെന്ന് പറയുന്ന പോലെയാണല്ലോ. ഞാനിത് നിന്നോട് പിന്നീട് പറയാം. ശരി. അമ്മേ, അമ്മേ, മോള് വരുന്ന വിവരം എന്തേ അറിയിക്കാന്? പെട്ടെന്ന് തീരുമാനിച്ചതാണമ്മേ. നിന്റെ കാര്യം ഞാൻ ഓർത്തേ ഉള്ളൂ മോളെ. നീ ഇവിടുന്ന് പോയിട്ട് ഇന്നേക്ക് 33 ദിവസമായി. നീ ആകെ മെലിഞ്ഞു പോയല്ലോ മോളെ. അതെ, യാത്ര ചെയ്തതിന്റെ ക്ഷീണമാണമ്മേ. അല്ലേലും നീ പണ്ടേ പട്ടിണി കിടക്കാൻ മിടിക്കുക. ഇവിടെ ആണെങ്കിൽ നിന്റെ പുറകെ നടന്ന് ഊട്ടുകയും തീറ്റുകയും ചെയ്യും. അവിടെ ആരാ ഉള്ളത്? അമ്മ കണ്ടോ, ഇനി ഞാൻ വരുമ്പോ കുട്ടിയാനെ പോലിരിക്കും. ഇന്ന് മുതൽ തീറ്റിയോ തീറ്റി. അമ്മ എണീറ്റേ, എണീറ്റേ പറയാം. ഇത്
എന്റെ ആദ്യത്തെ ശമ്പളം. ഈശ്വര, അമ്മയ്ക്ക് തൃപ്തിയായി മോളെ. ഇനി ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്താണമ്മേ? എത്രയും വേഗം നിന്റെ വിവാഹം നടത്തണം. ആ രാഘവന്റെ ശല്യം സഹിക്കാൻ വയ്യ. നീ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ അവന് ഓടിയെത്തും. അതുകൊണ്ട് എന്റെ മോള് നാളെ തന്നെ തിരിച്ചു പോണം. 2 ദിവസമെങ്കിലും അമ്മയോടൊത്ത് കഴിയണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എനിക്കതറിയാം മോളെ. പക്ഷെ എന്തു ചെയ്യാനാ? ഇവിടെ ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ടെന്ന് കേട്ടല്ലോ. ഞാൻ അമ്മാവനെ അന്വേഷിച്ച് വരാൻ തുടങ്ങിയായിരുന്നു. ഞാൻ ചന്ത വരെ പോയിരുന്നു മോളെ, ഇപ്പോഴാ വന്നത്. ആ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവൾ ആദ്യത്തെ ശമ്പളം കൊണ്ട് വന്നതാ. ഇത് അമ്മാവന്. എന്താ കുട്ടിയത്? ഒരു പുതപ്പ്. അപ്പോ അമ്മാവന് മോള് മറന്നില്ല. മോക്ക് നല്ലത് വരട്ടെ. പ്രമീള സാറിനെ മാനേജർ സാർ വിളിക്കുന്നു. ഇതാ ഈ സ്റ്റേറ്റ്മെന്റ് 3 കോപ്പി എടുക്കണം. ഇന്നത്തെ പോസ്റ്റിൽ പോകാനുള്ളതാണ്. ശരി സർ. ഇരിക്കൂ പ്രമീളെ, ചോദിക്കട്ടെ, പ്രമീളയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങൾ ആരുമില്ലേ? ഇല്ല. എനിക്ക് ആദ്യമായി ജോലി കിട്ടിയത് നീലേശ്വരത്താണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഞാൻ വില്ലേജ് ഓഫീസറായിരുന്നു. പിന്നീടാണ് എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടത്. സാറിന്റെ കുടുംബമൊക്കെ? വീട്ടിൽ ഞാനും ഭാര്യയും മാത്രം. ഞങ്ങൾക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. 2 പേരും വെളിയിൽ. ഒരുത്തൻ അമേരിക്കയിൽ, മറ്റവൻ ജർമ്മനിയിൽ. മൂത്ത മകൻ 2 ആഴ്ച കഴിഞ്ഞ് എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നു. ഞാൻ അവന് വേണ്ടി ഒരു പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെൺമക്കളില്ലേ? ഇല്ല. അതുകൊണ്ടായിരിക്കാം പ്രമീളെ കാണുമ്പോഴെല്ലാം തോന്നാറുണ്ട് എനിക്കും ഇതുപോലൊരു മകളുണ്ടായിരുന്നെങ്കിൽ എന്ന്. ഞാൻ പോട്ടെ സർ. ശരി. എപ്പോഴും ഒരു വായന. ഒരാൾക്ക് കവിത എഴുത്തും. കവിത എഴുത്തോ? ആർക്ക്? കവിക്ക്. ഏത് കവി? ആഹാ, അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട. എനിക്ക് പറയാൻ മനസ്സില്ല. മീരേ, നീ ഒരു കാര്യം മനസ്സിലാക്ക്. എനിക്ക് വിനയനോട് സ്നേഹമാണ്. പക്ഷേ നീ വിചാരിക്കും പോലെ ഞാൻ വിനയന്റെ കാമുകയില്ല. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്നാണ് പ്രമാണം. ഞങ്ങളെ നോക്ക്. ആരെ? എന്നെയും ജോസാറിനെയും. 2 പേരും ഒരുപോലെയാ. വെട്ടി തുറന്ന് സംസാരിക്കും. ശരിയാ, 2 പേരും ചേരും. എങ്ങനെ? വാചാവടിയുടെ കാര്യത്തിൽ. കേശവൻകുട്ടി, കേശവൻകുട്ടി, ഷെരീഫേ, ഷെരീഫേ. എന്താ എന്താ? വിനയന് തീരെ സുഖമില്ല. 4-5 പ്രാവശ്യം ഛർദ്ദിച്ചു. ഞാൻ ടാക്സി വിളിച്ചിട്ട് വരാം. നിങ്ങൾ അങ്ങ് അടിച്ചല്ലേ. മയക്കം ഇതുവരെ തെളിഞ്ഞില്ലല്ലോ ഡോക്ടർ. ഇഞ്ചക്ഷൻ കൊടുത്തതിന്റെ മയക്കമാണ്, സാരമില്ല. പക്ഷേ കൈയും കാലും ഒക്കെ തണുത്താണല്ലോ ഇരിക്കുന്നത്. നിങ്ങൾ പേഷ്യന്റിന്റെ ആരാണ്? ബ്രദറാണോ? നോ, ഫ്രണ്ടാണ്. ഓൺലി എ ഫ്രണ്ട്? നോ ഡോക്ടർ, മോർ ദാൻ എ ബ്രദർ. ഓ,
ഡോണ്ട് വറി, ഷീ വിൽ ബി ഓൾറൈറ്റ്. സ്വാമി, ഇന്നും വന്നില്ലല്ലോ നമ്മുടെ മല്ലനും മാധേവനും. എന്താ ചോദിച്ചത്? അല്ല, നമ്മുടെ ജോസിനെയും വിനയനെയും കണ്ടില്ലല്ലോ എന്ന്. വിനയൻ ആശുപത്രിയിൽ, ജോസ് കൂട്ടുകാരനെ സെർവ് ചെയ്യുന്നു. ഫോൺ വന്നിരുന്നു. എന്താണ് അസുഖം? ഗ്യാസ്ട്രോ എൻറൈറ്റിസ്. ഇപ്പോൾ കുറവുണ്ടത്രേ. വല്ല വിഷമത്തെയും കഴിച്ചായിരിക്കും. പാവം വിനയൻ, അയാൾ മദ്യം മണക്കുക പോലും ഇല്ല. ഇയാടെ ഒരു കണ്ടുപിടുത്തം. ഗോവിന്ദ, ഇതങ്ങ് കൊടുത്തേക്ക്. മതിയടാ, ഇനി വേണേ നീ തിന്നു. ഓ, അവന്റെ ഒരു പത്രാസ് തിരണം. കോലം കണ്ടേച്ചാ മതി, എല്ലും തോലുമായി. അതിനെതിന് എടാ, എനിക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ പിന്നെ തിന്നോളാം. എപ്പ തിന്നണം, എന്ത് തിന്നണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നീയല്ല, ഞാനാ. എന്റെ പൊന്നുമനല്ലേടാ, ഒരല്ലി കൂടെ. ആ പാർക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? തിന്നാനല്ലേടാ പറഞ്ഞത്? കൊച്ചുകുട്ടികളെ പോലെ ശാഠ്യം പിടിക്കുന്നു. കുറേശ്ശെ കഞ്ഞി കുടിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ അവനത് ഇറങ്ങുകയല്ല. എന്നാ 5-6 ഓറഞ്ചിന്റെ അല്ലി കൊടുക്കാന്ന് വെച്ചാൽ അത് നാളത്തേക്ക് തിന്നടാ. നീ ഇത് തിന്നെ. വാശിയും വൈരാഗ്യം ഒക്കെ എഴുന്നേറ്റ് നിൽക്കാൻ ശേഷി ഉണ്ടായിട്ട് മതി കേട്ടാ. സോറി ഡപ്പാ. അവന്റെ ഒരു സോറി ചോദിച്ചേ. ക്ഷീണമൊക്കെ മാറി എഴുന്നേറ്റ് നടക്കാറാവുമ്പോ നീ അങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാൻ കഴിവാറുടെ മോനെ. ആ വരണം. ജോസാറിന്റെ നഴ്സിംഗ് കൊള്ളാലോ. അതെ അതെ, സത്യത്തിൽ ഇവന് വല്ല ആശുപത്രിയിലും ജോലി കൊടുക്കേണ്ടതാ. ഈ മരങ്ങോടനെ നേഴ്സ് ചെയ്യണമെങ്കിലേ ക്ഷമയ്ക്കുള്ള നാഷണൽ അവാർഡ് എനിക്ക് തരണം. എങ്ങനെയുണ്ട് വിനയൻ സാറേ? കുറവുണ്ട്. എന്തായിരുന്നു അസുഖം? ഒരു ഛർദി. ആ, ഛർദി എന്ന് വെച്ചാൽ ഛർദി തന്നെ, പക്ഷേ 2 വയസ്സും കൂടെ ആണ് മാത്രം. ഈ ജോസാറിന്റെ ഓരോ വർത്തമാനങ്ങൾ. പിന്നെ പ്രമീലേ, ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ ജോസാറെ, വിനയൻ സാറേ എന്നുള്ള വിളിയിൽ ആ സാറെങ്ങെടുത്തോണം. ബോറാ സംഭവം. ഇനി അഥവാ ഒരല്പം ബഹുമാനം വേണമെന്ന് പ്രമീളയ്ക്ക് തോന്നുന്നെങ്കിൽ ജോസേട്ടാന്ന് വിളിച്ചോളൂ. എന്നാലും സാറേ മഹാബോറ്. ഞാൻ വിളിക്കാൻ ജോസേട്ടാന്ന്. താങ്ക് യു. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയാണോ രോഗിയെ കാണാൻ വരുന്നത്? ഞങ്ങൾ മര്യാദയ്ക്ക് ഡ്രസ് ചെയ്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അതല്ല, ഒരു രോഗിയെ കാണാൻ വരുമ്പോ അതിന് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഇല്ലേ? ഓറഞ്ച്, മുന്തിരി, ആപ്പിള്, ബിസ്ക്കറ്റ്. ഓക്കെ. അല്ല, അതിന് രോഗിക്ക് വല്ലതും കഴിക്കാൻ പറ്റുമോ എന്നറിയാതെങ്ങനെ? അവന് കഴിക്കാൻ വയ്യെങ്കിൽ എനിക്ക് കഴിക്കാം. നല്ല നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാനൊന്ന് മെഡിക്കൽ ഷോപ്പ് വരെ പോയിട്ട് വരാം. ജോസേട്ടാ, ഒരു മിനിറ്റ് ഒന്ന് ചോദിച്ചോട്ടെ. എന്താ മീരെ, എന്നെ വിളിച്ചായിരുന്നു? അതോ എനിക്ക് തോന്നിയതാണോ? അതോ, എന്റെ ആങ്ങളുടെ വിവാഹമാണ്, അടുത്ത മാസം നടക്കും. ഓ, നല്ല ന്യൂസ് ആണല്ലോ. ക്ഷണിക്കുന്നില്ലേ? തീർച്ചയായും. അങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊന്നും വരുമല്ലോ. ഒറ്റ ആങ്ങളല്ലേ ഉള്ളൂ, അപ്പൊ ഇനിയത്തെ ചാൻസ് മീരയ്ക്കാ. വല്ലതും പറയുന്നുണ്ടോ? ഉണ്ട്. ഞാനൊന്നിനും സമ്മതിക്കില്ല. അയ്യോ, അതെന്താ? എനിക്കിഷ്ടമുള്ള ആളുള്ളപ്പോൾ എന്തിനാ വേറെ ആലോചനകൾ? ഞാൻ അപ്പച്ചനോടും ആങ്ങളയോടും എല്ലാം തുറന്നു പറയാൻ പോവുക. വെരി ഗുഡ്. ചോറിപ്പോ അടയ്ക്കും. അതിനു മുമ്പ് എന്നല്ലേ മരുന്ന് കിട്ടിയല്ല. മീനയുടെ കല്യാണക്കാര്യം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. പനിയുണ്ടോ സിസ്റ്റർ? ഇല്ല, നോർമലാണ്. മിസ്സസ് ആണോ? മിസ്സിസ് ആയിട്ടില്ല, തൽക്കാലം മിസ്സാണ്. എന്റെ കൊളീഗാണ്. സോറി. മിസ്സിസ് പ്രമീല വിനയചന്ദ്രൻ.
മോളെ ശങ്കരമാണോ? ആ അമ്മയുണ്ട്, അകത്ത് മുറിയിൽ ഇരിക്കുക. അമ്മേ, എന്താണമ്മേ? നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി മോളെ. ഇരിക്കും മോളെ. വയ്യാതിരിക്കുമ്പോ അമ്മ എന്തിനാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഇതൊന്നും ഇവിടെ കിട്ടില്ലേ? ഞാനുണ്ടാക്കിയതല്ല മോളെ, നമ്മുടെ ജാനുവിനെ പേരിന് വിളിക്കാൻ വന്നപ്പോ അവര് കൊണ്ടുവന്നതാ. അതിന്റെ പങ്ക് നമുക്കും തന്നു. നീയില്ലാതെ എനിക്ക് ഇറങ്ങുമോ മോളെ? അമ്മേ, മോളെ കണ്ടില്ലെങ്കിൽ എന്താ? നിനക്കെന്താ ഇത്ര വലിയ ഉത്കണ്ഠ? അവർ നമുക്ക് ആരാണ്? ആരുമായും ഒരു പരിധിക്കപ്പുറമുള്ള അടുപ്പം നല്ലതല്ല മീര. പ്രമീളെ, ജോസും വിനയനും അടുത്തുള്ളപ്പോൾ എനിക്കെന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. എന്നാലും വരില്ലെന്ന് വിചാരിച്ചു അല്ലേ? വന്നാലും വന്നില്ലെങ്കിലും എനിക്കെന്താ? ഒന്നുമില്ലേ? ഒന്നുമില്ല. പ്രമീളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനാണ് വന്നത്. എനിക്ക് കേൾക്കണമെന്നില്ല. വരൂ മീരെ. പ്രമീളെ, ഇഷ്ടമില്ലാത്തവരെ എന്തിനാ പിടിച്ചെടുത്ത് സംസാരിക്കുന്നത്? ഇത് ഞങ്ങളുടെ കാര്യം, മറ്റാരും ഇതിൽ ഇടപെടണമെന്നില്ല. പ്രമീളെ, നമുക്കല്പം മാറിയെന്ന് സംസാരിക്കാം. ഞാൻ പിടിച്ച് തിന്നൊന്നുമില്ല. 5 മിനിറ്റ് തിരിച്ചു വരാം. വരൂ. എന്താണ് സംസാരിക്കാനുള്ളത്? കാറിനകത്തിരുന്ന് സംസാരിക്കാമല്ലോ. വേണ്ട, ഇവിടെ നിന്ന് സംസാരിച്ചാ മതി. എവിടെയാത്ത്? മെയ്യനെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് ഒരുപാട് നാളായി. ഇപ്പൊ ആ കേട് തിന്നിട്ട് ഞാനും സമയത്തിന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ പ്രമീളയ്ക്ക് എന്താവശ്യം ഉണ്ടായാലും മനസ്സിൽ വിചാരിക്കുമ്പോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തും. സിനിമയിലെ പോലെ വില്ലനെ അടിച്ച് ധൂൾ ധൂളാക്കി. ഇനി കണക്കും പ്രകാരം വേണ്ടത് ഒരു യുഗ്മഗാനമാണ്, ഒരു ലവ് ഡിവറ്റ്. എനിക്കാണെങ്കിൽ പാടാൻ പറഞ്ഞു. അതിനെന്താ, എനിക്ക് പാടാൻ അറിയാം. എടാ പൂച്ച തന്നെയാസേ. എന്റെ മീര, സത്യം പറഞ്ഞ ആ സംഭവത്തിന് ശേഷം എനിക്കൊരു ഉത്സാഹം തോന്നുന്നില്ല. നിന്നോട് പറഞ്ഞു പറഞ്ഞു ഞാൻ തോറ്റു. ഇനിയെങ്കിലും ഒന്ന് മറക്കാൻ നോക്ക്. പിന്നെ ഇന്ന് ഞാൻ പോയാൽ
അടുത്ത ഞായറാഴ്ചയെ വരൂ. തിരിച്ചു വരുമ്പോൾ ബേബിച്ചായന്റെ കല്യാണക്കുറിയും കൊണ്ടുവരും. ജോസും വിനയനും പണ്ടേ പറഞ്ഞിരിക്കുക അവരെ പ്രത്യേകം ക്ഷണിക്കണമെന്ന്. ദേ വരാനൊരുങ്ങിയിരുന്നു. അക്കൂട്ടത്തിൽ നിന്റെ കല്യാണക്കുറിയും കിട്ടുമോ? എന്റെ കല്യാണക്കാര്യവും ചർച്ചയ്ക്ക് വരും. ഒരു കാര്യം തീർച്ചയാണ്, ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയും. ഞാനൊരു സ്വകാര്യം പറയട്ടെ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ കാതിൽ ആ സ്വകാര്യം പറയാം. സ്വകാര്യം കിറുക്കിപ്പെണ്ണേ. ശാരികേ ഓ ശാരികേ ദൂരെ വസന്തം വരൂ നീ ഓ ശാരികേ ഈ വിശ്വസൗന്ദര്യമേ ശശിലേഖപൂ ചിരിതൂകിവാ ഒരുമിച്ചു വാഴുവാ ഓ ശാരികേ ഈ വിശ്വസൗന്ദര്യമേ ശശിലേഖപൂ ചിരിതൂകിവാ ഒരുമിച്ചു വാഴുവാ മധുമാസ സന്ധ്യകളിൽ വിരിയും മലരു മലരിൽ നിറയും ശലഭം കൊതിക്കുന്ന മധു മധുമാസ സന്ധ്യകളിൽ വിരിയും മലരു മലരിൽ നിറയും ശലഭം കൊതിക്കുന്ന മധു ഏകാന്തമായി ഏതോ നിലാവിൽ പോരും അനുരാഗമായി ഇടനെഞ്ചിലൻ കൊതി നിറച്ചൊരു മഴവില്ലിനഴകായി പ്രഭയായി കളമൊഴിയായി മുന്നിൽ നീ ഓ ശാരികേ ഈ വിശ്വസൗന്ദര്യമേ ശശിലേഖപൂ ചിരിതൂകിവാ ഒരുമിച്ചു വാഴുവാ വേളകളിൽ പടരും ഒളിയോ കരളിൽ മയങ്ങും കിളികൾ കൊതിക്കുന്ന രസമോ പുലർക്കാല വേളകളിൽ പടരും ഒളിയോ കരളിൽ മയങ്ങും കിളികൾ കൊതിക്കുന്ന രസമോ രോമാഞ്ചമായി ഏതോ കിനാവിൽ പോരും അഭിലാഷമായി കളഹംസം നീന്തും പുഴക്കടവിൽ നീ ഇളം തെന്നൽ നീരയായി കുളിരായി കുളിരലയായി മുന്നിൽ നീയോ ശാരികേ ഈ വിശ്വസൗന്ദര്യമേ ശശിലേഖപൂ ചിരിതൂകിവാ ഒരുമിച്ചു വാഴുവാ ഓ
വസന്തം വരൂ നീ ദൂരെ വസന്തം വരൂ നീ നീ ഉറങ്ങിയില്ലേ? എങ്ങനെ ഉറങ്ങാനാടാ? ഞാൻ എന്റെ കാമുകയുമായിട്ടൊന്ന് ചുറ്റുമായിരുന്നു. അല്ല, നീ എന്താ ഉറങ്ങാത്ത? ആ, ഞാനും നിന്നെ പോലെ ഒന്ന് ചുറ്റുകയായിരുന്നു. ഏതായാലും ചുറ്റിക്കറങ്ങി ക്ഷീണിച്ചതല്ലേ, എനിക്കത് ഉറങ്ങാൻ നോക്കാം. ഓ, എന്തൊരു തണുപ്പ്. സാറന്ന് പറഞ്ഞ ഒരു കാര്യം, ഏത്? ഇവിടത്തെ പ്രമീള സാറിന്റെ യെസ് യെസ്, അന്വേഷിച്ചോ? എങ്ങനെ? അത് നമുക്ക് ശരിയാവില്ല സാർ. അതെന്താ? പ്രമീള സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. പക്ഷേ ആ വീട്ടുകാരുടെ ചുറ്റുപാടുകൾ അത്ര ശരിയല്ല. എന്ന് വെച്ചാൽ? ഭർത്താവ് മരിച്ച് 2 or 3 കൊല്ലം കഴിഞ്ഞിട്ടാ അവരുടെ അമ്മ പ്രമീള സാറിനെ പ്രസവിച്ചത്. ആരാ അച്ഛനെന്ന കാര്യം അവിടങ്ങളിൽ ആർക്കും വലിയ തിട്ടൊന്നുമില്ല. ഇനി പ്രമീള സാറിന് പോലും അറിയാമോ എന്തോ. ആ കുട്ടിയുടെ നേച്ചർ കണ്ടപ്പോൾ നമുക്ക് ഇണങ്ങുമെന്ന് തോന്നിയതായിരുന്നു. താൻ പറയുന്നതാണ് ചുറ്റുപാടെങ്കിൽ നമുക്കത് ആലോചിക്കാനേ വയ്യല്ലോ. അത് തന്നെയാ സാറേ ഞാനും പറയുന്നത്. ഏതായാലും ഗോവിന്ദ, ഈ വിവരം നമ്മൾ അറിഞ്ഞതോ അറിഞ്ഞു, പുറത്താരോടും പറയണ്ട. നല്ലൊരു പെൺകുട്ടി, പാവം. അതിന് വല്ല വഴിയുമെന്ന് കിട്ടുകയാണെങ്കിൽ നമ്മളെന്തിനാ ഇല്ലാണ്ടാക്കണത്? ഓ സാർ, എന്താ അത്യാവശ്യമായി കാണുമെന്ന് പറഞ്ഞത്? അല്ല, പറയാം. പ്രമീളിരിക്കൂ. മീര കൂട്ടിലില്ലാതെ പ്രമീള പുറത്തേക്ക് ഇറങ്ങാറേയില്ല അല്ലേ? കൂട്ടുകാരനെവിടെ? ലോഡ്ജിലുണ്ട്. വിനയം പറയാറുള്ളത്, വിനയം മാത്രമല്ല എല്ലാവരും, ഒരു മറയുമില്ലാതെ സംസാരിക്കുന്ന പ്രകൃതമാ എന്റേതെന്ന. പതിവില്ലാത്ത പോലെ ഇന്ന് എന്താ ഒരു മുഖവുര? അതുതന്നെ ഞാനും പറഞ്ഞുകൊണ്ട് വരുന്നു. തോന്നുന്നത് എന്തും സന്ദർഭം പോലും നോക്കാതെ വെട്ടി തുറന്ന് പറയുന്ന ശീലമാണ് എന്റേത്. എന്നിട്ടും എത്രയോ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നു. പറയാൻ ഒരുപാട് ഒരുങ്ങി. പക്ഷേ ഇപ്പോഴൊന്നും ഞാനത് പറയട്ടെ. എനിക്ക് പ്രമീള ഇഷ്ടമാണ്. കണ്ടുകിട്ടിയ നാൾ മുതൽ ഞാൻ ഇഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ പ്രമീള മാത്രമേ ഉള്ളൂ. എനിക്കിങ്ങനെയൊക്കെ പറയാനേ അറിയൂ. പ്രമീളെ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ ചുറ്റുപാടുകൾ. പ്രമീള ഹിന്ദുവും ഞാൻ ക്രിസ്ത്യാനിയുമാണെന്നായിരിക്കും. അതൊരിക്കലും പ്രശ്നമല്ല. ജാതിയും മതവും ഒന്നും കൂട്ടാക്കാത്ത ആളാ എന്റെ അപ്പച്ചൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന ഏത് പെൺകുട്ടിയെയും ഷുവർ, എനിക്കത് ഉറപ്പാണ്. പ്രമീളയുടെ മനസ്സറിഞ്ഞിട്ട് വേണം എനിക്ക് അപ്പച്ചൻ എഴുതാൻ. പ്ലീസ് പറയൂ. എന്നെ കുറിച്ച്
ഒന്നും അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് പ്രമീളെ ഇഷ്ടമാണ്. എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുമെങ്കിൽ അതിൽ കൂടുതൽ എനിക്ക് എന്തറിയാനാണ്? പോരാ, അറിയണം. എനിക്കെന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനില്ലെന്നും അമ്മ മാത്രമേ ഉള്ളൂ എന്നും പ്രമീള തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും എന്തിന്? എന്റെ അച്ഛൻ ആരാണെന്ന് വരെ എനിക്കറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ പോലും അതൊരിക്കലും പ്രമീളയുടെ കുറ്റമല്ലല്ലോ. ആ കഥകളൊക്കെ പോട്ടെ. ഐ ലൈക്ക് യു, ഐ ലവ് യു. പ്രമീളയ്ക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയില്ലേ? കഴിയില്ലേ പ്രമീളെ? പറയൂ പ്ലീസ്. ഈ സ്നേഹം ചേടാ, പറയാനുള്ളത് പറയേ, അറിയാനുള്ളത് അറിയുകയും ചെയ്ത് കഴിഞ്ഞപ്പോ സംസാരിക്കാനുള്ള ആ ഒരു ഡെലിക്കസി ഉണ്ട്, അതങ്ങ് പോയി. ഇനിയിപ്പോ എത്ര ഡയലോഗ് വേണേലും കാച്ചാം. പ്രമീളയ്ക്ക് അറിയോ, ഐ ആം ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. റിയലി? ഇന്നെന്താ പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോകുന്ന പതിവുണ്ട്. മനസ്സിന് സന്തോഷം തോന്നുമ്പോ, അല്ലെങ്കിൽ വല്ലാതെ പ്രയാസം തോന്നുമ്പോ. ഇന്ന് ഏതായാലും പ്രയാസം തോന്നിയതുകൊണ്ടല്ല അമ്പലത്തിൽ വന്നത്. മുഖം കണ്ടാൽ അറിയാം മനസ്സ് നിറയെ സന്തോഷമാണെന്ന്. സത്യത്തിൽ പ്രമീലയുടെ ഈ പ്രസാദ ഭാവം കാണുമ്പോ എനിക്ക് എന്ത് ആഹ്ലാദമാണെന്ന്. ഓ, ഇനി ആ ആഹ്ലാദത്തിന്റെ പേരിൽ കവിത വല്ലത് എഴുതിക്കളയോ? പ്രമീലയ്ക്കറിയോ, കുറെ നാളായി ഞാൻ എഴുതുന്ന എല്ലാ കവിതകളും പ്രമീലയെ കുറിച്ച്. ഞാൻ കാണുന്ന സ്വപ്നങ്ങളിലെല്ലാം പ്രമീലയാണ്, പ്രമീല മാത്രം. ഇന്ന് സന്തോഷമുള്ള ദിവസമാണെന്നല്ലേ പറഞ്ഞത്? എന്റെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ ഇന്ന് തന്നെയാവും നല്ല ദിവസം. പ്രമീലെ, ഞാൻ പ്രമീലയെ സ്നേഹിക്കുന്നു. പ്രമീലെ, എന്നോട് ക്ഷമിക്കൂ വിനയൻ. എന്റെ മനസ്സിൽ മറ്റൊരു ചിത്രമാണുള്ളത്. ജോസിന്റെ. വിനയനും ജോസും എന്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ജോസ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ എല്ലാ കഥകളും അറിഞ്ഞിട്ടും എന്നെ സ്നേഹിക്കാൻ തയ്യാറായ ആ മനസ്സിന്റെ മുന്നിൽ എന്റെ ജോസ് ഭാഗ്യവാനാണ്. മൈ കൺഗ്രാജുലേഷൻസ് പ്രമീള. ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഐ എം സോറി. നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം ഉണ്ടായതായി മറന്നുകളി.
പ്ലീസ്. ജോസിനും എനിക്കും വിനയൻ എന്നും നല്ലൊരു സുഹൃത്തായിരിക്കും, ഇല്ലേ വിനയൻ? തീർച്ചയായും. എന്താടി നീ ഇത്ര താമസിച്ചത്? നിന്നെ കാണാതെ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു. എന്ത് പറയാനാ, ട്രെയിൻ 1.5 മണിക്കൂർ ലേറ്റായി. ആ, എന്ത് കൊണ്ടുവന്നടി എനിക്ക്? ഓ, വീട്ടിൽ പോയി വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവരാൻ നീ എന്താ കൊച്ചുകുട്ടിയാ? അയ്യടി ബസ്റ്റേ, നസ്രാണി പലഹാരം. ഉഗ്ര. നീ അത് മുഴുവൻ തീർക്കല്ലേ. ജോസിനും വിനയനും കുറച്ച് കൊടുക്കണം. കൊടുത്തോ. ആ, പിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. നിന്റെ കല്യാണം ഉറച്ചോ? നേരോ? ഇത്ര പെട്ടെന്നോ? അമ്പടി കള്ളി. ആരാടി നിന്റെ കണവൻ? JOSE. ജോസ്. നമ്മുടെ ജോസോ? അതെ. സത്യമാണോ പ്രമീള? ആ, സത്യം. ജോസ് ക്രിസ്ത്യാനിയല്ലേ? അപ്പോ പുള്ളിക്കാരന് അതൊന്നും പ്രശ്നമല്ല അത്ര. നീ എന്താ വല്ലാതിരിക്കുന്നത്? യാത്ര ചെയ്തുകൊണ്ടായിരിക്കും. വല്ലാത്ത തലവേദന. തലവേദനക്കുള്ള പിൽസുണ്ട്, വേണോ? വേണ്ട, ഞാനൊന്ന് കുളിക്കട്ടെ. തലവേദന പോയോ മീരെ? എല്ലാം തെറിച്ചുപോയി. ശരീരം തണുത്തപ്പോ മനസ്സും തണുത്തു. ആ, ഇനി കേൾക്കട്ടെ നിന്റെ കല്യാണക്കാര്യം. എല്ലാം വിശദമായി പറയാം. ആദ്യമായി എന്റെ അമ്മയെ ഞാനിന്ന് അറിയിക്കട്ടെ. അല്ല മീരെ, ബ്രദറിന്റെ കല്യാണം നിശ്ചയിച്ചല്ലോ, നിന്റെ കാര്യമോ? വീട്ടിൽ അവതരിപ്പിച്ചോ? ആദ്യം നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. എനിക്ക് നീ സമയമുണ്ടല്ലോ. നീ അമ്മയ്ക്ക് കത്തെഴുത്. നീ എന്താടാ കുനിഞ്ഞിരുന്ന് സ്വപ്നം കാണുന്നേ? വല്ല പുതിയ പ്രേമകഥകളെ പറ്റി ആലോചിക്കാണോ? ആണെങ്കിൽ എന്നെ കൂടെ കാണിക്കണേ. എനിക്കിപ്പോ ഈ റൊമാൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനോടും ഭയങ്കര ക്രൈസാണ്. കേട്ടോടാ, അടുത്ത മുറിയിൽ ഉഗ്രാം പാർട്ടി. ചാരങ്ങന്റെ ഭാര്യ പിന്നെയും പ്രസവിച്ചു. ഇത്തവണയും പെണ്ണ. എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ ക്ലാസിക്കായിട്ട് ഞൂരി. പണ്ടൊരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന ഓർമ്മയുണ്ടോ എന്റെ റൊമാൻസിന്റെ കാര്യം? ഒരു ബിഗ് സർപ്രൈസ് ആയിട്ട് നിന്റെ മുമ്പിൽ ഫ്ലാഷ് ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് എല്ലാം ഉറപ്പിച്ച് ഇൻവിറ്റേഷൻ കാർഡുമായിട്ട് വേണം നിന്റെ മുമ്പിൽ വന്ന് ഫ്ലാഷ് ചെയ്യാനെന്ന്. പക്ഷെ എനിക്ക് അതുവരെ ക്ഷമിച്ചിരിക്കാൻ വയ്യ. എനിക്ക് നിന്നോട് ആദ്യം പറയണം. അല്ലയാ, ഞാൻ പറയട്ടടാ. ശരി, എന്നാ കേട്ടോളൂ. ഞാനും നീയും പ്രമീളയും അടുത്ത് തന്നെ വിവാഹിതരാകാൻ പോകുന്നു. ദാറ്റ്സ് ഓൾ. ചേടാ, നീ എന്നെ ഊശിയാക്കി കളഞ്ഞല്ലോ. എങ്ങനെ അറിഞ്ഞടാ? നീ പറഞ്ഞില്ലെങ്കിലും പ്രമീള പറഞ്ഞു. അങ്ങനെ വരട്ടെ, അല്ലാണ്ട് നീ എന്താ ഒരു പരിഭവലേന്? പരിഭവിക്കാതെ പിന്നെ? നിന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായ ഞാൻ നിന്റെ പ്രേമത്തെക്കുറിച്ച് അറിയുന്നത് നിന്റെ കാമുകിൽ നിന്നാവുമ്പോ? സോറിയടാ, എന്റെ മനസ്സിൽ ഈ ഒരു മോഹം തുടങ്ങിയിട്ട് നാള് കുറെ ആയെങ്കിലും
പ്രമീലയുടെ മനസ്സ് ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ. അതിനു മുമ്പ് ഞാൻ എങ്ങനെ പറയും? നീ തന്നെ പറ. ഞാൻ തമാശ പറഞ്ഞതല്ലേ, നീ അത് സാരമാക്കണ്ട. അല്ലെങ്കിൽ നീ എന്നോട് തെറ്റായി പെരുമാറിയാൽ പോലും എനിക്ക് നിന്നോട് പഴങ്ങാൻ പറ്റുമോ? നീ എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലേ. എനിക്ക് സന്തോഷമായി ജോസേ, സന്തോഷമായി. അല്ലടാ, ഞാൻ ഏതായാലും എന്റെ ബിഗ് സർപ്രൈസ് പൊട്ടിച്ചു. സാമാന്യം ഭേഷായിട്ട് ചമ്മുകയും ചെയ്തു. നീ അന്നൊരു ബിഗർ സർപ്രൈസിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ? എന്താ അത്? പറ, കേക്കട്ടെ. അത് വളരെ വലിയൊരു സർപ്രൈസാണ്. അത്ര പെട്ടെന്ന് പറയാനാവില്ല. സമയമാവട്ടെ, അപ്പോ അറിഞ്ഞാൽ മതി. ഉത്തരവ്. ജോസ് കച്ചറിയാൻ ഒരു ടെലഗ്രാം ഉണ്ട്. അപ്പച്ചന് തീരെ സുഖമില്ല. ഞാൻ ഉടനെ പുറപ്പെടും. ജോസേ, ഞാനും കൂടെ വരാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ നാളെ അറിയിക്കാം. ഓഫീസിൽ ലീവ് പറയണ്ടേ? പ്രമീലോട് പ്രത്യേകം പറയണം. ഞാൻ മറ്റേ ജോസൂട്ടൻ എപ്പോഴാ വന്നേ? ഇന്നലെ രാത്രി. ഇപ്പോഴെങ്ങനെയുണ്ട്? പ്രഷർ നോർമലായി. പിന്നെ ആസ്മയുടെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ സമയത്ത് ഞാനിവിടെ വരുമ്പോഴേ വലിയ പ്രയാസമായിരുന്നു. ഞങ്ങളൊക്കെ വിചാരിച്ചു. ജോസ് ടൈം വന്ന് തൊട്ടപ്പോഴേ അപ്പച്ചന് ആശ്വാസമേ. ഇന്നാണ് ശരിക്കൊന്ന് ഉറങ്ങിയത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ, ജോസ് ചായ, മരുന്നെടുക്കാൻ സമയമായി. അപ്പച്ചാ മരുന്ന് കഴിക്കും. നീ എന്നാടാ മോനെ പോവുക? 2-3 ദിവസം കഴിഞ്ഞേ പോകൂ. അതും അപ്പച്ചന് കുറവുണ്ടെങ്കിൽ മാത്രം. നിനക്ക് പോവാണ്ടിരിക്കാൻ പറ്റുമോ? ജോലി മുഖ്യമാ. എന്റെ അസുഖം ഇങ്ങനെ ഏറിയും കുറഞ്ഞും കിടക്കും. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് നീ ഒരു പെണ്ണ് കെട്ടി കാണണമെന്നുണ്ടായിരുന്നു. എന്നുപോലെ പറയുന്നതാ നിന്നോട്. അപ്പച്ചന്റെ ആഗ്രഹം ഇനി താമസിപ്പിക്കണ്ട. എന്റെ കർത്താവേ, ആ കുഞ്ഞു പറയുന്നതിനെ വിളിപ്പിച്ച് ഉടനെ നല്ല ആലോചന വല്ലതും നോക്കാൻ പറയണം. അത് വേണ്ട അപ്പച്ച. ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ഓഫീസിലുള്ളതാ. അപ്പച്ചൻ അനുവദിച്ചാൽ മാത്രം മതി. വെറുതെ അല്ല നിനക്ക് ഈ മനസ്സ് മാറ്റം. അപ്പച്ച, കുട്ടി ഹിന്ദുവാണ്. എടാ മോനെ, ജാതിക്കും മതത്തിനും എതിരെ ജാഥയും സമരവും നടത്തിയ എന്നോടാണോ നീ പറയുന്നത്? നിനക്കിഷ്ടമാണോ? അപ്പച്ചന് സമ്മതമാ. എനിക്ക് അവളെ ഒന്ന് കാണണമായിരുന്നല്ലോടാ മോനെ. ഞാൻ ഇങ്ങോട്ട് വരത്താ അപ്പച്ച. എന്നാൽ ഉടനെ ആവട്ടെ. ചിലപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ?
ഹലോ ഹലോ ആ ഫാദറിനെങ്ങനെ ആ വിളിക്കാം വിനയൻ കൂട്ടുകാരൻ വിളിക്കുന്നു. ഹലോ, ആ വിനയനാണോ? നീ പ്രമീളയും കൂട്ടി ഒന്ന് വീട് വരെ വരണം. എന്താ അപ്പച്ചന് വല്ലതും? ഇല്ലേ, ഇപ്പൊ കുറവുണ്ട്. പിന്നെ അപ്പച്ചന് പ്രമീളയെ ഒന്ന് കാണണമെന്ന്. അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ. നീ അവളെയും കൂട്ടി ഒന്ന് വരണം. എനിക്ക് തീരെ സുഖമില്ല, വയറ്റിനാണ് അസുഖം. എന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചില്ലേ? എനിക്ക് വേഗം കാണിക്ക്. ശരി, ഫോണെന്ന് പ്രമീളയെ കൊടുക്ക്. പ്രമീളെ, ഹലോ. പ്രമീളയല്ലേ? ആ പിന്നെ എന്റെ അപ്പച്ചനൊരു ആഗ്രഹം, എത്രയും വേഗം പ്രമീളയെ ഒന്ന് കാണണമെന്ന്. എന്താ വരില്ലേ? എപ്പോ വരണം? നാളെ രാവിലെ 6 മണിക്കുള്ള ട്രെയിനിൽ വന്നാൽ മതി. ഉച്ചകഴിഞ്ഞ് തിരിച്ചു പോവാ. ഞാൻ റെയിൽവേ സ്റ്റേഷൻ വന്ന് കാത്തു നിൽക്കാം. അതോ ഞാൻ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പറഞ്ഞോ? വേണ്ട, ഞാൻ വന്നോളാം. പിന്നെ ഞാൻ കൂട്ടിന് മീരെ കൂടെ കൊണ്ടുവന്നോട്ടെ? പിന്നെന്താ, രണ്ടുപേരും കൂടെ പോരും. പ്രമീളെ, ഈ കത്ത് ജോസിന്റെ കൊടുക്കണം, മറക്കരുത്. രഹസ്യമാണോ? ജോസേട്ടന്റെ അനിയത്തിയല്ലേ? ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അപ്പച്ചൻ എവിടെ കിടക്കുന്നത്? യാത്ര കഴിഞ്ഞ് വരികയല്ലേ, ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. എന്നിട്ട് കാണാം, അകത്തേക്ക് വരും. ജോസേ, പെണ്ണേതാ? രണ്ടും പെണ്ണാടി. അതല്ല ചോദിച്ചത്, എന്റെ നാത്തൂനേതാന്ന്. നിനക്ക് ഇഷ്ടമുള്ളതിനെ നീ സെലക്ട് ചെയ്തു. അപ്പച്ച, അവര് വന്നിട്ടുണ്ട്. എവിടെ? തൃപ്തിയായി മോളെ, തൃപ്തിയായി. എന്റെ ജോസൂട്ടൻ പാവമാ. മോളവനെ നല്ലോണം നോക്കിക്കൊള്ളണം. മോളെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ അപ്പച്ച, ഇതവളുടെ കൂട്ടുകാരിയാണ്. അതാണ് പ്രമീള. ഇത് യാക്കൂബിനെ പണ്ട് ഇസഹാക്ക് അനുഗ്രഹിച്ചതുപോലെ ആയല്ലോടാ. സാരമില്ല മോളെ, ഇങ്ങു വാ. എവിടെയാ വീട്? നീലേശ്വരത്തിനടുത്ത ഇലഞ്ഞിമറ്റം. ഇലഞ്ഞിമറ്റമോ? അവിടൊക്കെ എനിക്ക് നല്ല പരിചയമാണല്ലോ. പണ്ട് രാഷ്ട്രീയത്തിൽ ഒളിവിക്കഴിഞ്ഞിരുന്നപ്പോ കുറെ നാൾ അവിടെയായിരുന്നു. ഇലഞ്ഞിമറ്റത്ത് എന്താ വീട്ടുപേര്? നന്ദിനി. നന്ദേരിയോ? അപ്പോ അച്ഛന്റെ പേര് പറയൂ മോളെ. അച്ഛനില്ല. അമ്മയോ? ദേവകി അമ്മ. എലഞ്ഞി
കടൽമറ്റത്ത് നന്ദേനിയിലെ ദേവകി അമ്മയുടെ മോളോ? അപ്പച്ച എന്താ ഇത്? ജോസൂട്ടാ, എന്താ അപ്പച്ച? ഈ കല്യാണം വേണ്ട മോനെ. ഇത് നടന്നുകൂടാ. ഞാൻ സ്നേഹിക്കുന്ന ഏത് പെൺകുട്ടിയും വിവാഹം കഴിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞതാ അപ്പച്ചൻ. കർത്താവേ, ഞാനിവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നിന്റെ മനസ്സ് മാറ്റിയേ പറ്റൂ. നീ അപ്പച്ചനെ അനുസരിക്കും മോനെ. അപ്പച്ചൻ ക്ഷമിക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് അപ്പച്ചനെ ധിക്കരിക്കേണ്ടി വരും. മക്കളെ, ഈ കല്യാണം നടന്നുകൂടാ. ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല. അതെന്താ അപ്പച്ച? ജോസൂട്ടാ, ഇവള് നിന്റെ പെങ്ങളാ. ദേവകിയില് എനിക്കുണ്ടായ മോളാണ് പ്രമീള. മോളെ, ജോസൂട്ടാ, അപ്പച്ചനോട് വിഷമം തോന്നല്ലേ മോനെ. വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബന്ധം അറ്റുപോയെന്ന് കരുതി. പക്ഷേ വിധി കൂട്ടിയിണക്കാൻ കണ്ട സന്ദർഭം ഇതായിപ്പോയെന്ന് മാത്രം. സാരമില്ല, എനിക്ക് ഒരു സഹോദരിയെ കൂടെ കിട്ടിയല്ലോ. ജോസേട്ടാ, ജീവിതത്തിൽ എന്നെങ്കിലും അച്ഛന്റെ മുഖം കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതിയതല്ല. ഇപ്പൊ അച്ഛനെയും അങ്ങനെ ഒരുമിച്ച് കണ്ടല്ലോ. എനിക്കത് മതി. മേരി, ജോസേട്ടാ, അപ്പച്ചന്റെ അനുഗ്രഹം വെറുതെ ആയില്ല മക്കളെ. അയ്യോ ജോസേട്ടാ, ഇങ്ങോട്ട് പുറപ്പെടാൻ നേരത്ത് വിനീൻ ഒരു കത്ത് തന്നിരുന്നു. വന്ന തിരക്കിൽ ഞാനത് മറന്നുപോയി. ഇതാ. എന്താ ഇതിന്റെ അർത്ഥം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില പ്രത്യേക കാരണങ്ങളാൽ അവിടെ ജോലി തുടരാൻ തോന്നുന്നില്ലെന്ന്, ട്രാൻസ്ഫർ വാങ്ങി സ്ഥലം വിടാൻ ആലോചിക്കുന്നുണ്ട്. വിനയൻ അങ്ങനെ തോന്നാൻ നിരാശ കൊണ്ടായിക്കൂടെ? അതിനെന്ത് കാര്യമുണ്ടായി? കാര്യമുണ്ട്. ആരും അറിയാതെ വിനയൻ എന്നെ സ്നേഹിച്ചിരുന്നു. നമ്മുടെ ബന്ധത്തെക്കുറിച്ചറിഞ്ഞ് സ്വയം പിന്മാറുകയായിരുന്നു. നേരാണോ പ്രമീളെ? അതെ. അവൻ വളരെ സെൻസിറ്റീവാണ്. ദുഃഖം തോന്നിയാൽ അവൻ എല്ലാം മറക്കും. അവനങ്ങനെ പോകാൻ പറ്റൂല. വരൂ, നമുക്ക് ഉടനെ പുറപ്പെടാം.
നിങ്ങളോട് ഇരുന്നോളൂ, ഞാൻ നോക്കിയിട്ട് പോരാ. ജോസ്, ഫാദറിന് എങ്ങനെയുണ്ട്? സുഖമുണ്ട്. വിനയം വന്നില്ലേ? രാവിലെ വന്നിരുന്നു. ഒരാഴ്ചത്തെ ലീവിന് അപ്ലൈ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. വിനയൻ നമ്മുടെ എസ്റ്റേറ്റിൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനുള്ള ആപ്ലിക്കേഷനും തന്നിട്ടുണ്ട്. അയാൾക്ക് എന്ത് പറ്റി? ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ആ മലങ്കാട്ടിലേക്ക് അയാൾ എന്തിനു പോകുന്നു? എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തു? ഇല്ല, അയക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും അത് അയക്കരുത് സാർ. ഒരു ദിവസത്തേക്ക് കൂടെ വെയിറ്റ് ചെയ്യണം പ്ലീസ്. അതെന്താ? അതൊക്കെ ഞാൻ വന്നിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പൊ ഞാൻ പോട്ടെ. അപ്പച്ചൻ എങ്ങനെയുണ്ട്? കുറവുണ്ട്. അല്ലെങ്കിൽ നീ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? ഞങ്ങളെല്ലാം വിട്ട് പോകാൻ തുടങ്ങിയല്ലേ? ഒരു അക്ഷരം പോലും മിണ്ടാതെ പ്രമീലയുടെ കയ്യിൽ ഒരു കത്തും കൊടുത്തയച്ചിട്ട് ഓടിപ്പോകുന്ന കാര്യം ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടാ? നമ്മൾ എങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്? നീ ഓർത്തു നോക്ക്. പ്രമീലയെ കുറിച്ച് ഞാൻ ആദ്യം നിന്നോട് പറയാറുന്നതിന് നീ എന്നോട് പിണങ്ങി. എന്നിട്ട് നീയോ? ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടും നീ എല്ലാം മറച്ചു വെക്കുകയായിരുന്നു. എന്റെ മുന്നിൽ സന്തോഷം ഭാവിക്കുകയായിരുന്നു. സത്യം പറയൂ, നീ പ്രമേലയെ സ്നേഹിച്ചിരുന്നില്ലേ? എന്നിട്ട് അതേക്കുറിച്ച് ഒരു വാക്കുപോലും നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാനത് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ മനസ്സ് വേദനിച്ചെങ്കിലും. ഓ, എന്ന് കരുതി നിന്റെ മനസ്സ് നീ മറച്ചു വെച്ചു അല്ലേ? എടാ, നിനക്ക് ഇവിടെ നിന്ന് ഒളിച്ചോടാ. പക്ഷേ പ്രമേലയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. നിനക്കറിയോ പ്രമീള എന്റെ ആരാണ്? ഇവളെന്റെ സ്വന്തം പെങ്ങളാണ്. എന്റെ അപ്പച്ചനുണ്ടായ മകൻ. അതേടാ, കുറെ കഴിഞ്ഞാണെങ്കിലും ഏറെ വൈകാതെ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. എന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം ദുഃഖം മറച്ചു വെച്ച നീ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. എന്റെ പെങ്ങൾ പ്രമീള നിനക്കുള്ളതാ. അതേടാ. ആ, ഇനി നിന്റെ ആഗ്രഹം പോലെ മിസ് മീര ജോസഫ് ഇനി മുതൽ മിസ്സിസ് മീര ജോസഫ്, അതായത് എന്റെ പ്രിയ പത്നി. വാ. ഏണ്ടോ? അല്ല, ഇനി നമ്മുടെ കയ്യാറ് പിടിച്ചു വെക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, സ്വയം പിടിച്ചോ. പേടി സാർ, ഇന്നെങ്കിലും ഫോട്ടോ എടുക്കട്ടെ സാർ. നല്ല ദിവസമാണ് സാർ. വെരി ബ്രൈറ്റ് ഡേ സാർ. ആ, ആയിക്കോളൂ. റെഡി. നിന്ന് കൊടുക്കറേ. റെഡി? സ്മൈൽ പ്ലീസ്. താങ്ക്സ്.